തൽക്കാലം നിങ്ങളെല്ലാവരും കുറച്ച് നേരത്തേക്ക് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ചോദിക്കാനുള്ള സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ? ഇടയ്ക്കൊന്ന് വേണമെങ്കിലും ചോദിക്കാം. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരുമിച്ച് ചോദിക്കാം കേട്ടോ. ഓക്കെ. അപ്പം എന്തിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വെബിനാറ്? പേടിയാണല്ലേ? പേടി ഉണ്ടോ? നിങ്ങൾക്കൊക്കെ പേടിയുണ്ടോ? ഇപ്പൊ പേടില്ല, മാഡത്തിനെ കാണുമ്പോ പേടില്ല. പേടിക്കുമ്പോ പേടിന്ന് കേൾക്കുമ്പോ മാത്രാണോ പേടി വരുന്നത്, അല്ലെങ്കിൽ എപ്പോഴും പേടിയുണ്ടോ? അല്ലല്ല അല്ലല്ല, ക്യാഷ് കൊടുക്കാൻ ആൾക്കാർ വിളിക്കുമ്പോ വലിയ പേടിയാ. ക്യാഷ് കൊടുക്കാൻ ആളുകൾ വിളിക്കുമ്പോഴാണ് പേടി. ഓക്കെ. അപ്പൊ നമുക്ക് ഈ പേടിയെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ശരിക്കും എന്താണ് പേടി എന്ന് പറയുന്നത്? ഫോഴ്സ് എവിഡൻസ് അപ്പിയർ റിയൽ എന്നുള്ളതാണ് പേടിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറയുന്നത്. ഇതൊരു ഇമോഷനാണ്. പേടി എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്, നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ഇമോഷനാണ്. ഏതോ ഒരു ഫോഴ്സിന് വേണ്ടിയിട്ട് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, പേടി. അത് ഭയങ്കര സംഭവമാണല്ലേ. ഞാൻ സംഭവം തന്നെ പറഞ്ഞത് അതൊരു ഭയങ്കര സംഭവമായിട്ടാണ് ഓരോരുത്തരെയും ലൈഫിൽ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ഈ പേടി കാരണമാണ് എനിക്ക് ഒന്നും പറ്റാത്തത്, ഞാൻ എന്തൊക്കെയോ ചെയ്യായിരുന്നു, പക്ഷേ ഈ ഒരു പേടി. അല്ലെങ്കിൽ ഇപ്പം നേരത്തെ നാസർ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞതുപോലെ തന്നെ ക്യാഷ് ചോദിക്കാനുള്ളവർ കൊടുക്കാനുള്ള ആളുകൾ വിളിക്കുമ്പോഴുള്ള പേടി, അല്ലെങ്കിൽ എനിക്ക് ഇനി ഒരു വീടിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടാൻ പറയുമ്പോഴുള്ള പേടിയായിരിക്കാം. പലതരത്തിലുള്ള ഫിയർ ഓഫ് ഫെയിലിയർ ആയിരിക്കും അല്ലേ, പരാജയപ്പെടുമോ എന്നുള്ള പേടി. ഇങ്ങനെ പലതരത്തിലുള്ള പേടിയാണ്. ഒരു പേടി സ്വപ്നം പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ ഒരു ഇമോഷനാണ് നിങ്ങളിങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നത്. പലപ്പോഴും നിങ്ങൾ സക്സസ് ആവാതെ നിങ്ങൾ എവിടേക്കോ തോറ്റുപോയി സ്റ്റക്കായി നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പേടി തന്നെയാണ് അല്ലേ. പേടി എന്ന് പറയുമ്പോൾ രണ്ടക്ഷരമേ ഉള്ളൂ, സിമ്പിളായിട്ട് രണ്ടക്ഷരമേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് അതിനെ പറയുമ്പോൾ ഒരു സിമ്പിൾ വാക്കായിരിക്കും, പക്ഷേ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് എന്തോ വലിയ സംഭവമാണ്. എൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന, അല്ല എന്നെ കാർന്നു തിന്നുന്ന ഒരു സംഭവമായിട്ട് പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഈ പേടി നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ഇമോഷൻ നിലനിൽക്കുന്നുണ്ട്. എന്തായിരിക്കാം ഈ ഒരു പേടി നിങ്ങളെ ലൈഫിൽ ത്രൂ ഔട്ട് ദ ലൈഫ് നിങ്ങളെ ഈ പേടി കൊണ്ടുപോകുന്ന സമയത്ത് എന്തൊക്കെ നഷ്ടങ്ങളായിരിക്കും നിങ്ങളെ ലൈഫിൽ സംഭവിക്കുന്നത്? പലപ്പോഴും എന്തൊക്കെ നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ആ ഒരു ഇമോഷൻ കാരണം നിങ്ങളെ ലൈഫിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റികളാണ് നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയങ്ങളെയും നിങ്ങളെ ലക്ഷ്യത്തിനെയൊക്കെ തടഞ്ഞു നിർത്തുന്ന ആ ഒരു സംഭവം എന്താണെന്നറിയോ? ശരിക്കും ഒരു മതിലാണ്. നമ്മളെ ലക്ഷ്യങ്ങളിലേക്കും നമ്മളെ സ്വപ്നങ്ങളിലേക്കും അടുക്കുന്നതിനെ തടസ്സം നിർത്തുന്ന ഒരു വൻ മതിലാണ് ഈ പേടി എന്ന് പറയുന്നത്. ഈ മതിലിനെ നമ്മൾ എന്തെയ്യുന്നു? പൊളിച്ചു കളയണം. ഈ മതിലിനെ പൊളിച്ചു കളഞ്ഞാൽ അപ്പുറത്തെന്താണ് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റികളും നമ്മളെ ഗ്രോത്തും നമ്മളെ സക്സസ്സും ഒക്കെ അപ്പുറത്താണ്, ആ മതിലിനപ്പുറത്താണ്. ഇതൊരു വൻ മതിലായിട്ട് നമ്മൾ മുന്നിൽ ഒരു ബാരിയറായിട്ട് നമ്മളെ സ്വപ്നങ്ങളിലേക്ക് പോകുമ്പോൾ, നമ്മളെ ഗോളിലേക്ക് പോകുമ്പോൾ ഒരു മതിലായിട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം എന്നോടൊരു ആൾ മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞു, ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്, ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് പേടിയാണ്, ക്യാഷ് ചോദിക്കാനുള്ള ആളുകൾ ചോദിക്കുമ്പോൾ പേടിയാണ്, എനിക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ട്, സക്സസ് ആവണമെന്നുണ്ട്, ഭയങ്കര ഗ്രോത്തിലേക്ക് പോകണമെന്നുണ്ട്, പക്ഷേ എന്നെ അവിടെ തടഞ്ഞു നിർത്തുന്നത് എൻ്റെ പേടിയാണ്. ഈ പേടി എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് എന്നറിയോ? ഈ പേടി കാലാകാലങ്ങളായിട്ട് വർഷങ്ങളോളം നമ്മളെ ഉള്ളിൽ പൂർവികരിൽ നിന്നും വന്ന സംഭവമാണ്. ഈ പേടി രണ്ട് തരത്തിലുണ്ട്. റാഷണൽ ആയിട്ടും ഉണ്ട്. നിങ്ങൾക്ക് റാഷണലായിട്ട് ഈ പേടിനെ നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, നമ്മളെ പൂർവികന്മാരൊക്കെ പേടിച്ചിരുന്നു. ആ പേടി എന്ന് പറയുന്നത് നല്ലതിനാണ്. കാരണം ഒരു വലിയ എന്തെങ്കിലും ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ പേടിച്ചിരുന്നു. അപ്പോൾ അവർ പാത്തും പതുങ്ങി ഒതുങ്ങി നിന്നിരുന്നു. ഒരു കാടുകളിലൊക്കെ ജീവിച്ച സമയത്ത് പണ്ടുള്ളവർ കാടിലും പിന്നെ ഈ രാത്രി കാലങ്ങളിലൊക്കെ എന്തുവരും, പിന്നെ പുലി ഇറങ്ങും, ആന വരും. ഇതിനെയൊക്കെ പേടിച്ചിട്ട് അവർ ഒതുങ്ങി നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്ത ഒരു ആയുധമായിട്ട് ആ പേടി ഉണ്ടായിരുന്നു. ആ റാഷണലായിട്ടുള്ള ആ ഒരു പേടീനെ പലപ്പോഴും നമുക്ക് നല്ലതാണ്. നല്ല വലിയ പൊക്കമുള്ള ഒരു മലയുടെ മുകളിൽ, അല്ലെങ്കിൽ കുത്തനെ നിൽക്കുന്ന ഒരു ചെരുവിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടുക എന്ന് പറയുമ്പോൾ അതൊരു പേടി നല്ലതാണ്.
കാരണം അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ, അതിന് മുന്നിലേക്ക് ചാടിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ആ പേടീനെ പിന്നെ അതിക്രമിച്ച്, അല്ലെങ്കിൽ ആ പേടീനെ എന്താണ് ഒരു നിരാ എന്താണ് എന്താ പറയാ, ഒരു സിമ്പിളായിട്ട് കണ്ടിട്ട് നമ്മൾ അത് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ സംഭവിക്കുന്നത് വലിയ വിപത്താണ്. വലിയൊരു ആപത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇങ്ങനെയുള്ള പേടികൾ നല്ലതാണ്. പേടി തന്നെ നല്ലതും ഉണ്ട്, റാഷണലും ഉണ്ട്, ഇറാഷണലും ഉണ്ട്. റാഷണൽ ആയിട്ടുള്ള പേടി നമ്മളെ ലൈഫിനെ നല്ലതാണ്, നമ്മളെ ലൈഫിനെ സംരക്ഷിക്കുന്ന ഒന്നാണ്, അത് നമ്മളെ സേവ് ചെയ്യുന്നതാണ്. അത് നമുക്ക് പലപ്പോഴും നന്മ മാത്രമാണ് തരുന്നത്. നല്ല ഗുണങ്ങളിലേക്ക്, നമ്മെ നന്മയിലേക്ക് നയിക്കാൻ കൊണ്ടുപോകുന്നതാണ് ഈ നല്ല തരം റാഷണൽ ആയിട്ടുള്ള പേടി എന്ന് പറയുന്നത്. എന്നാൽ ഇറാഷണൽ ആയിട്ടുള്ള പേടി നിങ്ങളെ ലിമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, പലപ്പോഴും നിങ്ങളെ കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണമെന്ന്, ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വണ്ടി ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? നേരത്തെ എപ്പോഴോ ഒന്ന് തട്ടോ മുട്ടോ ചെയ്തതോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ, ഓ നീ വണ്ടി ഓടിച്ചാൽ ഭയങ്കര പ്രശ്നം കേട്ടോ, വണ്ടി ഓടിക്കേണ്ടെന്ന്. ഞാൻ കലാം സാറിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. അബ്ദുൽ കലാം സാർ നമ്മൾ കണ്ട് ഭയങ്കര സക്സസ്ഫുൾ മാൻ ആണ് അല്ലേ. നമുക്കൊക്കെ മോട്ടിവേഷൻ നൽകുന്ന ചില റീൽസിലൂടെയും ചില വാക്കുകളിലൂടെയും അദ്ദേഹത്തിൻ്റെ ഓരോ കോഡ്സ് നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആവുന്നുണ്ട്. എന്നാൽ കലാം സാർ ഫസ്റ്റ് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ അറ്റംപ്റ്റും ഒരു എക്സാമിനും അല്ലാതെ ഫ്ലൈ ചെയ്യാനൊക്കെ ഓരോന്ന് മുമ്പോട്ട് പോയ സമയത്ത് പലപ്പോഴും അത് ഫെയിലിയറായി. ലാസ്റ്റ് അറ്റംപ്റ്റിലും ഫെയിലിയർ ആയിരുന്നു. ആ ലാസ്റ്റ് അറ്റംപ്റ്റിലും ഫെയിലിയർ ആയ സമയത്ത് ഇതിനി നടക്കില്ല, നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾ ഏജ് കഴിഞ്ഞു, നിങ്ങൾക്ക് ഇനി ഇതിനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയ സമയത്ത് നീ പറക്കണ്ട എന്ന് പറഞ്ഞ ആളുകളെ മുമ്പിൽ ആ ശ്രമം അവിടെ നിർത്തിവെച്ചിട്ടില്ല. ഞാനിനി പറക്കില്ല എന്ന്. പക്ഷെ ഇത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തിലേ ഉള്ള ഒരു സ്വപ്നമായിരുന്നു. അദ്ദേഹത്തിന് ആകാശത്തിലൂടെ ഇങ്ങനെ പറക്കുന്നതും ഭയങ്കരമായിട്ട് ഉള്ള ഒരു കാഴ്ചപ്പാട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറക്കുക എന്നുള്ള സ്വപ്നം ഭയങ്കര ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ശ്രമം ആ ഒരു ആളുകൾ പറഞ്ഞതിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു എക്സാമിന് ഫെയിലിയർ ആയതിൻ്റെ മുന്നിൽ തോറ്റു കൊടുത്തിട്ടൊന്നുമില്ല. പൈലറ്റ് ആവണമെന്ന് വിചാരിച്ചത് എനിക്ക് എങ്ങനെ നടക്കും, എങ്ങനെ എനിക്ക് ഈ ഒരു ലക്ഷ്യം ഞാൻ എത്തിച്ചേരും, എങ്ങനെ എനിക്ക് ആ ഫ്ലൈ ചെയ്യാൻ പറ്റും, അതിൻ്റെ ആ ഒരു ഭയത്തിന് മുന്നിൽ ഇനിയും എനിക്ക് കിടക്കാൻ പറ്റൂലേ എന്നുള്ള ആ ഒരു ഇതിൻ്റെ മുന്നിൽ നിന്നപ്പോൾ ഓപ്പർച്യൂണിറ്റികൾ നോക്കി. ആ വലിയ ആ ഒരു ഭയം, ഭീതിയെ, അല്ലെങ്കിൽ എനിക്കിനി പറ്റൂല, കഴിയില്ലേ എന്നുള്ള ആ ഭീതിയെ പൊളിച്ചിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും ശ്രമിച്ചു. എങ്ങനെയാണ് ശ്രമിച്ചത്? ഈ ഒരു ഓപ്ഷൻ അല്ലാതെ വേറെ ഏതെങ്കിലും ഓപ്ഷനിലൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഫ്ലൈറ്റ് പറത്താൻ പറ്റുമോ, എങ്ങനെ എനിക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും, വേറെ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത് എന്ന് അദ്ദേഹം തിരക്കി. അദ്ദേഹം നോക്കി കണ്ടുപിടിച്ച സമയത്ത് ലാസ്റ്റ് ആരായി? ISROന്റെ DRDOയിലൊക്കെ അദ്ദേഹം അതിൻ്റെ IF-ലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റവും വേഗത്തിൽ ഉയർത്തി പറത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹം എവിടെ കണ്ടു? അവിടെ കണ്ടുപിടിച്ചു. ആ ശ്രമം തുടർന്നതുകൊണ്ട്, ആ ഒരു ശ്രമം വീണ്ടും വീണ്ടും പരിശ്രമിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ആഗ്രഹം, ആ ഒരു ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം എത്തിയത് എന്നുള്ളതാണ്. അങ്ങനെ നമുക്കും ഓരോരോ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ ബാരിയറായിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ നമ്മളെ ലിമിറ്റ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കാം. ഇപ്പം വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വണ്ടി ഓടിച്ച സമയത്ത് ഒന്ന് ഹിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒന്ന് സ്ക്രാച്ച് വീണപ്പോൾ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഫാദറോ ചീത്ത പറഞ്ഞു, നീ വണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്, നിനക്ക് അറിയില്ലെങ്കിൽ എടുക്കാൻ നിൽക്കണമെന്നൊക്കെ ചോദിച്ച് 4 ഷൗട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പേടിച്ചു പോയി. ആ പേടിയിൽ നമ്മൾ സ്റ്റെക്കായി. ആ സ്റ്റെക്കിൽ നമ്മൾ തുടർന്നു എന്നുള്ളതാണ്. അതേസമയം വീണ്ടും ശ്രമിക്കുക. ഒരു കുട്ടി നടക്കുന്ന സമയത്ത്, കുഞ്ഞിതാകുമ്പോൾ നടക്കുന്ന സമയത്ത് ആ കുഞ്ഞ് വീണിട്ട് വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും വീഴും, എഴുന്നേൽക്കും, ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു പ്രാവശ്യം വീണപ്പോൾ ഇങ്ങനെയാണോ നീ നടക്കുന്നത്, നീ ഇരിക്കടാ അവിടെ എന്നൊക്കെ പറഞ്ഞ് അവരെ ഫാദേഴ്സ് അവരെന്ത് ചെയ്യുന്നില്ല, വഴക്ക് പറഞ്ഞില്ല, അവരെ പാരൻസ് അവരെ കുറ്റപ്പെടുത്തിയില്ല. പിന്നെ കൈ പിടിച്ച് നടത്തി. കാരണം
പാരൻസിന് അറിയാം ഇത് നടന്ന് ഈ കുട്ടി പഠിച്ചേ പറ്റുള്ളൂ എന്ന്. ദെൻ അവർ എക്സ്പീരിയൻസിലൂടെ അവർ മനസ്സിലാക്കിയ കാര്യമാണ്. പക്ഷേ നമ്മളെ ലക്ഷ്യമല്ല നമ്മളെ പാരൻസിനുള്ളത്, നമ്മളെ ലക്ഷ്യമല്ല നമ്മളെ സൊസൈറ്റിക്കുള്ളത്, നമ്മളെ ലക്ഷ്യമല്ല ഈവൻ നമ്മളെ കൂടെ കിടക്കുന്ന നമ്മളെ പാർട്ട്ണറിനോ അല്ലെ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മളെ മക്കൾക്കോ അറിയില്ല എൻ്റെ ലക്ഷ്യം എന്താണെന്നോ, എൻ്റെ കരിയർ എന്താണെന്നോ, എൻ്റെ സക്സസ് എന്താണെന്നോ, ഞാൻ എന്താണ് ഓരോ ഡേയും ചെയ്യുന്നത് എന്ന്. പലപ്പോഴും ഈ അറിവില്ലായ്മ അവർ നമ്മളെ തെറ്റായ രീതിയിലേക്ക് നയിക്കും. അപ്പോൾ സൊസൈറ്റിയെ നമ്മൾ പേടിക്കും, ഫാമിലിയെ നമ്മൾ പേടിക്കും, അല്ലെ നമ്മളെ ചുറ്റുപാടുകളെ പേടിക്കും, ഫ്രണ്ട്സിനെ പേടിക്കും, നമ്മളെ സക്സസിനെ വരെ നമ്മൾ പേടിക്കും, നമ്മളെ ഗോളിനെ നമ്മൾ പലപ്പോഴും പേടിക്കും. കിട്ടുമോ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പേടിയുണ്ടോ? എങ്ങനെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പേടി വന്നു? പരീക്ഷ എഴുതി കഴിഞ്ഞ് മാർക്ക് കുറഞ്ഞാൽ പ്രിൻസിപ്പൾ, HM, ടീച്ചേഴ്സിനോടുള്ള ചീത്ത കേൾക്കുമല്ലോ എന്നുള്ള പേടിയാണ് പരീക്ഷാ പേടി എന്ന് പറയുന്നത്. അല്ലാതെ പരീക്ഷ എഴുതാനുള്ളതോ പെന്നെടുത്ത് എഴുതാനോ അല്ലാതെ പഠിച്ചു വെച്ചത് എഴുതാനോ ഉള്ള പേടിയല്ല. ഞാൻ ഇതിൽ ഫെയിലിയർ ആകുമോ? ഞാൻ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ എന്ത് എന്നെ പറയും സൊസൈറ്റി, എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ പാരൻസ്, എൻ്റെ ഫ്രണ്ട്സ്? ഇതാണ് നമ്മളെ പേടിപ്പെടുത്തുന്നത് അല്ലേ? നിങ്ങളെ പേടിപ്പെടുത്തുന്ന എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ടൊന്ന് ആലോചിക്കുക, ഞാൻ എവിടെയാണ് സ്റ്റക്കായി നിൽക്കുന്നത്, എന്താണ് എന്നെ വലിച്ചു കൊണ്ടുപോകുന്നത്, അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് എന്ന് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ റൂട്ട് മനസ്സിലാകും, എന്താണ് ഇതിന് പിന്നിലുള്ള കാരണമെന്ന്. പലപ്പോഴും ഇത്തരത്തിലുള്ള പഴയ കാലങ്ങളിലെ ഓരോ കാര്യങ്ങളായിരിക്കും നമ്മൾ അവിടെ പിടിച്ചു നിർത്തുന്നത്. അത് ഓർത്ത് നമ്മൾ പിന്നെയും പേടിക്കുക, എന്നെ ചീത്ത പറയോ, എന്നെ വഴക്ക് പറയോ, ഞാൻ എടുത്ത തട്ടുവോ മുട്ടുവോ എന്നുള്ള പേടിയാണ്. സക്സസ് ആവാൻ പോയ സമയത്ത്, ഞാൻ ബിസിനസ് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഫെയിലിയർ ആയത് എനിക്ക് എന്താണ് ഗുണം ചെയ്തത്? അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഈ പഠിച്ച പാഠങ്ങളെല്ലാം, ഈ ഒരു എനിക്കുണ്ടായ കാര്യങ്ങളെല്ലാം, ഈ ഫെയിലിയർ ആവാനുണ്ടായ ഓരോ കാര്യങ്ങളും എനിക്ക് നെക്സ്റ്റ് ഞാൻ ഒന്നും കൂടെ ഇനീഷ്യേറ്റീവ് എടുത്ത സമയത്ത് യൂസ്ഫുള്ളായി. ഇതെനി ചെയ്യരുത്, ഞാൻ ശ്രമിച്ചു, വീണ്ടും ശ്രമിച്ചു. ആ ശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് അന്ന് പറ്റില്ല, കഴിയില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കാമായിരുന്നു. അങ്ങനെ ഞാൻ നിന്നിരുന്നെങ്കിൽ ഇന്നും ഞാൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഒരിക്കലും ഞാൻ മുമ്പോട്ട് വരില്ലായിരുന്നു. ആ പേടിയിൽ അതിജീവിച്ച് ആ ഒരു ഫിയറിൽ ഞാൻ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുമായിരുന്നു. അതേസമയം എൻ്റെ ഗോൾ ഇതാണ്, എൻ്റെ ലക്ഷ്യം ഇതാണ്, ഇതിലേക്ക് എനിക്ക് പോകണമെങ്കിൽ ഞാൻ വീണ്ടും ശ്രമിക്കണം. ഈ നിങ്ങൾ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഫ്യൂവലാക്കി മാറ്റുക. അത് നിങ്ങൾ ആ ഒരു ഫിയറിനെ ഒക്കെ നിങ്ങൾ എന്താക്കി മാറ്റുക? ഫ്യൂവലാക്കി മാറ്റുക. അവിടെയാണ് നമ്മളെ മിടുക്ക്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് മിടുക്ക്. സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ് പലപ്പോഴും നമ്മളെ ഇറാഷണലായിട്ട് ആ ലിമിറ്റ് ചെയ്യുന്ന ആ ഫിയറിന് കാരണമാകുന്നത്. നമ്മൾ തോൽക്കുമോ എന്നുള്ള പേടി. ഈ തോൽക്കുമോ എന്നുള്ള പേടീനെ നിങ്ങൾ ഫ്യൂവലാക്കി മാറ്റുക. ഇതിൽ നിങ്ങൾ പഠിച്ച പാഠങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക? മുമ്പോട്ട് കൊണ്ടുപോവുക. നേരത്തെ നാസർ പറഞ്ഞതുപോലെ കടം വാങ്ങിയ ആൾ ചോദിക്കുമ്പോൾ പേടിയാണ്. കടം വാങ്ങിയ ആൾ ചോദിക്കുമ്പോൾ പേടി എന്തുകൊണ്ടാണ്? ഇയാളോട് ഞാൻ എന്തു പറയും, എൻ്റെ കയ്യിൽ കൊടുക്കാൻ ക്യാഷ് ഇല്ലല്ലോ എന്നുള്ള ധാരണ കൊണ്ടാണ് പേടിക്കുന്നത്. അതേസമയം അത് ഇദ്ദേഹം വിളിക്കുമെന്നറിയാം, ഉറപ്പായിട്ടും അറിയാം. നാസറിന് ഇന്ന ആൾ വിളിക്കുമെന്നറിയാം. ഇപ്പം രാകേഷ് 10,000 രൂപ ചോദിച്ച് ഇന്ന് വൈകുന്നേരം ഞാൻ 10,000 രൂപ കൊടുക്കാനുണ്ട്, ഇദ്ദേഹം എന്നെ വിളിക്കുന്നു ഓൾറെഡി അറിയുമ്പോൾ തന്നെ ഞാൻ 10,000 രൂപ എങ്ങനെ ഏൺ ചെയ്യും? ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ആ പണമുണ്ട്. ഇന്നത്തെ എൻ്റെ ഗോള് രാകേഷിന് കൊടുക്കാനുള്ള 10,000 രൂപ ഉണ്ടാക്കലാണ്. എങ്ങനെ, ഏതൊക്കെ വഴിയിലൂടെ എനിക്ക് ഉണ്ടാക്കാം, അതിനുവേണ്ടി ശ്രമിക്കുക. ഇവൻ പൈസക്ക് വിളിക്കല്ലോ. ചില ആളുകളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീടുകളിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും പൈസ കൊടുക്കാനുണ്ടല്ലോ, അവൻ വൈകുന്നേരം വിളിക്കല്ലോ, ഇങ്ങനെയാ, വൈകുന്നേരം വിളിക്കല്ലോ, എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കും. വീട്ടിൽ തന്നെ നിൽക്കും. ആ വീട്ടിൽ തന്നെ നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും, വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കില്ല. എന്നിട്ട് എന്ത് ചെയ്യും? വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല. എന്ത് മറുപടി പറയും? ഞാൻ എന്താ പറയാം? ഇതേ സമയം രാവിലെ അറിയാം ഇദ്ദേഹം വിളിക്കുമെന്നുള്ളത്. രാവിലെ അറിയുമ്പോൾ ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള ക്യാഷ് ഞാൻ എങ്ങനെ ചെയ്യും?
കൂലിപ്പണിക്ക് പോകണോ? അന്ന് പോകേണ്ടി വരും. അന്ന് 3 പണിക്ക് പോയാൽ ചിലപ്പം 10,000 രൂപ കിട്ടുള്ളൂ. ഇല്ല, ഒറ്റ ദിവസം 10,000 കിട്ടില്ല. നേരിട്ട് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് രാവിലെ തന്നെ വിളിച്ചു പറയാം, രാകേഷേ, എൻ്റെ കയ്യിൽ ഇന്ന് 10,000 രൂപ ഇല്ല, പക്ഷെ ഇന്ന് എനിക്ക് 3,000 കിട്ടും, നാളെ എനിക്ക് 3,000 കിട്ടും. അങ്ങനെ 3 ദിവസമായിട്ട് എടാ ഞാൻ നിൻ്റെ ക്യാഷ് തരാം, ഞാനിതാ ഇന്ന് പണിക്ക് പോകുന്നുണ്ട്, ഇപ്പം ഞാൻ വർക്കിലാണെടാ. അപ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു വിശ്വാസമുണ്ട്, നീ പണിക്ക് പോയിട്ടുണ്ട്, ആ പൈസ എനിക്ക് തരുമെന്നുള്ളത്. അതേസമയം നിങ്ങൾ വീട്ടിലിരുന്ന് ഇയാളെ കാണുമ്പോൾ മുങ്ങി പാത്തും പതുങ്ങിയും ഫോൺ എടുക്കാതെ നിൽക്കുമ്പോൾ നിങ്ങളെ ഉള്ളിൽ നിങ്ങളെ സ്റ്റെക്കാക്കി നിർത്തുകയും ചെയ്യും, നിങ്ങൾ പേടിച്ചവിടെ നിൽക്കുകയും ചെയ്യും. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കയ്യിലുള്ള എല്ലാം മൊത്തം വായിലിരിക്കുന്നത് നിങ്ങൾ കേൾക്കേണ്ടി വരുന്നത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ അങ്ങനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ച പോലെയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് ആക്ഷൻ എടുക്കും. ഞാൻ പറഞ്ഞു, നിങ്ങളെ സക്സസിനെ, നിങ്ങളെ ഗോളിനെ, അല്ല നിങ്ങളെ സ്വപ്നത്തിനെ ഫേസ് ചെയ്യാൻ ഓപ്പോസിറ്റായിട്ട് ഒരു ബാരിയറായിട്ട് നിൽക്കുന്ന സാധനമാണ് ഈ ഫിയർ. ആ ഫിയറിനെ നിങ്ങൾ ഒഴിവാക്കുക, മനസ്സിൽ നിന്ന് മൈൻഡ് വെക്കാതിരിക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, നെക്സ്റ്റ് ആക്ഷൻ എന്താണ്, എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് അതിനുള്ള ആക്ഷൻ എടുക്കുകയാണ് അവിടെ വേണ്ടത്. പലപ്പോഴും ഈ ആക്ഷൻ എടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ സ്റ്റക്കായി നിൽക്കുന്നത്. ഈ ഫിയർ എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്, അല്ലാതെ എന്തോ ഒരു സംഭവം നിങ്ങൾ ഉള്ളിൽ കയറി കൂടിയ ഒരു സംഭവം എന്നല്ല. അത് കുട്ടിച്ചാത്തിൻ്റെ അടുത്തോ മായാജാല വിദ്യ ചെയ്താലോ മാറുന്നതല്ല. ദാറ്റ്സ് ഒരു ഇമോഷൻ, ചെറിയൊരു ഇമോഷനാണ്. ആ ഇമോഷനെ നിങ്ങൾക്ക് ഇപ്പോൾ കരച്ചിൽ വരുന്ന ഒരു ഇമോഷനാണ് അല്ലേ, സന്തോഷം വരുന്നത് വേറൊരു ഇമോഷനാണ് ഇല്ലേ. ഇതുപോലെയുള്ള ഒരു ഇമോഷനാണെന്ന് സിമ്പിളാക്കി അതിനെ മനസ്സിലാക്കുക. ആ സിമ്പിളാക്കി മനസ്സിലാക്കിയിട്ട് ആ ഇമോഷനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനാണ് നോക്കേണ്ടത്. അതിനെ മൈൻഡ് ചെയ്യാതെ അതിൽ നിന്നും ആക്ഷൻ എടുത്ത് ഓപ്പർച്യൂണിറ്റികളെ തേടി പോവുക. ഈ സംഭവത്തെ നിങ്ങൾ ഒഴിവാക്കുന്ന സമയത്ത് മാത്രമേ പുതിയ ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സക്സസ്സിലേക്ക് വേണ്ട വഴികളൊക്കെ ഓപ്പൺ ചെയ്തു വരും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ഓപ്പൺ ചെയ്തു വരും. നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റികളും നിങ്ങളുടെ ഗ്രോത്തും നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തു വരും എന്നുള്ളതാണ്. ഈ ഓപ്പൺനെസ് തുറന്ന് വെക്കണമെങ്കിൽ ഈ മൂടിക്കിടക്കുന്ന ഒരു കലത്തിലൊരു ചോറുണ്ടെങ്കിൽ ആ ചോറ് നിങ്ങൾക്ക് കഴിക്കാൻ എടുക്കണമെങ്കിൽ ആ മൂടി ഓപ്പൺ ചെയ്യണം. ആ മൂടി അതിനെ കവർ ചെയ്തിരിക്കുന്ന സാധനമാണ്. ആ മൂടി ഓപ്പൺ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഇൻസൈഡുള്ള നല്ല ഫുഡ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ആ മൂടി ഓപ്പൺ ചെയ്യുന്നത് പോലെ സിമ്പിളാണ് നിങ്ങളെ ഫിയറിനെ ഒന്ന് എടുത്ത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. ആ ഫിയറിനെ നിങ്ങൾ എടുത്ത് മാറ്റി വെക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 2 ടൂൾസാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്, എങ്ങനെ മാറ്റി വെക്കുക എന്നുള്ളത്. അതിന് മുമ്പേ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളെ ഫിയർ? നിങ്ങൾക്ക് പേടി എന്ന് തോന്നുന്ന കാര്യം എന്താണ്? ജസ്റ്റ് കയ്യിലൊരു പേനയും പേപ്പറും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതാൻ പറ്റുമോ? എന്താണ് നിങ്ങളെ പേടിപ്പെടുത്തുന്നത്? എന്താണ് നിങ്ങൾക്ക് പേടിയായിട്ട് ഫീൽ ചെയ്യുന്നത്? ഒന്ന് എഴുതാൻ പറ്റുമോ? എഴുതിയോ? എന്താണ് നിങ്ങളെ പേടി എന്താണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്തേ. നീന്തൽ പഠിക്കാൻ വെള്ളം പേടിയാണ്, നടക്കാൻ കുട്ടിക്ക് പേടിയാണ് എന്ന് പറഞ്ഞാൽ നടത്തം പഠിക്കാൻ കുട്ടിക്ക് പേടിയാണെന്ന് കുട്ടി പറയോ? ഇല്ല. ഈ നീന്തൽ പഠിക്കാൻ പേടിയാണെന്ന് പറഞ്ഞ ആള് ഡ്രൈവ് ചെയ്യാൻ എന്ത് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്തു. കുഞ്ഞുനാളിൽ നിങ്ങൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു അല്ലേ? നടത്തം പോട്ടെ, നിങ്ങൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു. സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത് എങ്ങനെയാണ്? ആദ്യം 2 സൈഡും ബാലൻസ് കിട്ടിയോ? ഇല്ല. നിങ്ങളെ ഫ്രണ്ട്സോ നിങ്ങളെ ഫാദറോ ആരോ നിങ്ങളെ സൈക്കിളിന്റെ ബാക്കിൽ ബാലൻസ് ചെയ്ത് പഠിച്ചു. അങ്ങനെ ചെരിഞ്ഞും മറിഞ്ഞും ഒക്കെ നിങ്ങൾ പതിയെ സൈക്കിൾ ഓടിച്ചു വീണ്ടും വീണിട്ടുണ്ടാവും. പിന്നെ ഒറ്റയ്ക്ക് ആരും പിടിക്കാതെ പോയപ്പോൾ വീണിട്ടുണ്ടാവും. പിന്നെ ഹോൾഡ് ചെയ്ത് പതുക്കെ നമ്മൾ മുമ്പോട്ട് പോയത് ഇല്ലേ? ഡ്രൈവിംഗ് ഒരു പ്രാവശ്യം ചെയ്ത ആള് എന്തെങ്കിലും ആക്സിഡന്റുകളെ മുമ്പിൽ കണ്ടിട്ടാണ്. ചില ആളുകൾ എന്നോട് പറഞ്ഞു മരിക്കാൻ പേടി, ഇവിടെ ചാറ്റിൽ വന്ന് മരിക്കാൻ പേടിയെന്ന്. ജനിച്ചാൽ ഒരു ദിവസം മരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പല്ലേ? നിങ്ങൾ ജനിച്ചോ അന്ന് നിങ്ങൾ മരിക്കും, അന്ന് തന്നെ മരിക്കില്ല, ഒരു ദിനം നിങ്ങൾ മരിക്കും, ഉറപ്പാണല്ലോ.
നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാണ്. നിങ്ങൾ ഇപ്പോഴേ ഞാൻ ആക്സിഡന്റിൽ മരിക്കും, അല്ലെങ്കിൽ ഞാൻ അസുഖമായിട്ട് മരിക്കും, എനിക്ക് ക്യാൻസർ വന്ന് മരിക്കും. എന്തിനാ വേണ്ടാത്തതിനെ കുറിച്ച് ആലോചിച്ച് പേടിക്കുന്നേ? നിങ്ങൾ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്നോർത്ത് പേടിക്കുന്നുണ്ടോ? ഭക്ഷണം കിട്ടാതെ ഞാൻ പട്ടിണി കിടന്ന് മരിക്കുന്നു നിങ്ങൾ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? ഞാൻ വെള്ളം കുടിച്ചു ഉരുൾപൊട്ടലിൽ ഞാൻ ഒലിച്ചു പോകുന്നു പേടിക്കുന്നുണ്ടോ? അനാവശ്യമായിട്ടുള്ള ചിന്തകളെയാണ് നിങ്ങൾ പലപ്പോഴും പേടുന്നത്. എന്തിനാണ് ഇത്തരം അനാവശ്യമായ ചിന്തകള്? മരിച്ചാൽ ഒരു ദിവസം ജനിച്ചാൽ ഒരു ദിവസം നിങ്ങൾ മരിക്കും. ഈ മരിക്കുന്ന നിമിഷം വരെ നിങ്ങളോട് ഇന്ന് പറയാം, നിങ്ങൾ ഇന്ന് മരിക്കുന്ന ഒരാൾ വന്നു പറഞ്ഞാൽ പോലും ഇന്ന് രാവിലെ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഭക്ഷണം കഴിക്കൽ നിർബന്ധമാണ്. അല്ല ഞാൻ മരിക്കല്ലോ എന്ന് ഓർത്തിരുന്ന് കരയല്ല വേണ്ടത്. നിങ്ങൾ ഉച്ചയ്ക്കാണ് മരിക്കുന്നതെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഒരു ചെടി അല്ല ഒരു കൃഷി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്യാൻ പോലും നിർബന്ധമാണ്. അല്ല ഞാൻ മരിക്കല്ലോ എന്ന് ഓർത്ത് കൃഷി ചെയ്യാൻ പോവാതെ അവിടെ നിൽക്കലല്ല. ഇത് നിങ്ങളെ ക്രിയേറ്റർക്ക് വിട്ടുകൊടുക്കുക. നിങ്ങൾക്ക് വിട്ടുകൊടുക്കുക. നിങ്ങൾ മരിക്കുമോ എന്നുള്ളത് ക്രിയേറ്ററാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചില്ലേ കുഞ്ഞുനാളില്? അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യാൻ കാർ എടുക്കുക. പതിയെ കാർ എടുത്ത് ഒരു പ്രാവശ്യം ഓടിക്കുക, 2 പ്രാവശ്യം ഓടിച്ചേ നമുക്ക് ഇത് പ്രാക്ടീസ് ആവാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് ഒരാളും പ്രാക്ടീസ് ഇല്ലാതെ ഒറ്റയടിക്ക് ആരും ഫ്ലൈറ്റ് പറത്തിയിട്ടില്ലല്ലോ. ട്രയൽ ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? ഫ്ലൈറ്റ് പറത്തിയിട്ടുള്ളത്. മനസ്സിലായോ? അതുപോലെ നമ്മൾ എല്ലാം എക്സ്പീരിയൻസിലൂടെ തന്നെയാണ് ലേൺ ചെയ്യുന്നത്. എനിക്ക് ഏജ് ഓവറാണ്, പുതിയൊരു ജോലി കിട്ടുമോ എന്നൊരു പേടി. അതൊരു പേടിയാണോ? ഏത് ഏജ് ആയാലും 70 വയസ്സുള്ള ആളുകളും ബിസിനസ് ചെയ്യുന്നുണ്ട്. ബിസിനസ് ചെയ്യാൻ പോകണം എന്നല്ല ഞാൻ പറയുന്നത്. 70 ആയിട്ടുള്ള ആളും 80 ആയിട്ടുള്ള ആളും 100 ആയിട്ടുള്ള ആളുകളും ബിസിനസ്സോ എന്തെങ്കിലും ഒരു വർക്ക് അവർ ചെയ്യുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. ഞാൻ മലബാർ ഗോൾഡിന്റെ പിന്നെ അഹമ്മദ് ഖാനെ കണ്ട സമയത്ത് അദ്ദേഹത്തിന് എന്താണ് വയ്യാതെ ചില കാര്യങ്ങളൊക്കെ സ്ട്രോക്ക് വന്നതിന് ശേഷം അദ്ദേഹം പറയാം, എനിക്ക് സ്ട്രോക്ക് വന്നതിന് ശേഷം ചില കാര്യങ്ങളൊന്നും ഓർമ്മ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ 2 മാനേജേഴ്സിനെ നിർത്തിയാണ്. നോക്കിക്കേ, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഒന്ന് നോക്കിക്കേ നിങ്ങൾ. നമ്മൾ ഇവിടെ എന്ത് എനിക്ക് വയ്യ, എനിക്ക് പറ്റുന്നില്ല, എന്നെ വിടുന്നില്ല, എന്നെ അവർ സമ്മതിക്കുന്നില്ല എന്ന് പല ചെറിയ റീസൺ പറഞ്ഞിട്ട് അവിടെ സ്റ്റക്കായി നിൽക്കാണ്. നിങ്ങൾ ആരോ ഒന്ന് പിടിച്ചു വെച്ചതുപോലെ നിങ്ങൾ അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. എന്തിന് നിങ്ങൾ പേടിക്കണം? നിങ്ങൾക്ക് ആരോഗ്യമില്ലേ? നിങ്ങൾക്ക് ജോലി, എൻ്റെ മക്കൾ നോക്കുന്നില്ല, എൻ്റെ ഭർത്താവ് എന്നെ നോക്കുന്നില്ല, എൻ്റെ മക്കൾ എന്നെ കുറ്റപ്പെടുത്തുന്നു, എൻ്റെ മദറിലോ എന്നെ കുറ്റപ്പെടുത്തുന്നു. എന്തിനാ അനാവശ്യമായ പേടി? ഏജ് ഓവറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആരോഗ്യവാനാണോ? നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. എന്ത് വർക്കാണോ ചെയ്യാൻ പറ്റുക അത് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടുന്നതും നല്ലൊരു പണം മാസം സാലറി വാങ്ങുന്നതും നിങ്ങളെ ഫാമിലി ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതും വിഷ്വലൈസ് ചെയ്യൂ. നിങ്ങൾക്ക് ദൈവം എന്ത് തന്നിട്ടില്ലേ? മൈൻഡ് തന്നിട്ടില്ലേ? നിങ്ങൾക്ക് കറേജ് തന്നിട്ടില്ലേ? നിങ്ങൾക്ക് പവർ തന്നിട്ടില്ലേ? വിഷ്വലൈസ് ചെയ്യേ. പീസ്ഫുൾ ആയിട്ടിരിക്കും, സമാധാനിക്കുക. എനിക്ക് ജോലി കിട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടി നീ വിഷ്വലൈസ് ചെയ്യേ. നിനക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടും. കിട്ടുന്ന ജോലിക്ക് ഫസ്റ്റ് പോവാൻ വില്ലിങ് ആവും. ഒരു വില്ലിങ്നെസ്സിലേക്ക് നിങ്ങൾക്ക് വരണം. പേടി അവിടെ നിൽക്കുമ്പോൾ കറേജ് ഉണ്ടാവില്ല. ആ ഒരു വില്ലിങ്നെസ്സിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക? പേടി എന്ന് പറയുന്നത് നിങ്ങൾ കറേജ് കൊണ്ടുതരുന്ന ഒരു സംഭവമല്ല. കറേജിന്റെ ഓപ്പോസിറ്റ് ഒന്നും അല്ല പേടി എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആക്ട് ചെയ്യാനുള്ള, ആക്ഷൻ എടുക്കാനുള്ള വില്ലിങ്നെസ് ആണ് അവിടെ വേണ്ടത്. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള വില്ലിങ്നെസ് ഉണ്ടോ, നിങ്ങളെ പേടിയെ തുടച്ചു നീക്കാൻ ഈസിയാണ്. ആ ഒരു വില്ലിങ്നെസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. വിഷ്വലൈസേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് പീസ്ഫുൾ ആയിട്ട് എന്നും രാവിലെ നമ്മൾ രാവിലത്തെ മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ടല്ലോ, എന്നും രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റ് മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. എനിക്ക് നല്ല ജോലി ലഭിച്ചതിന് താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് നല്ല ജോലി. നിങ്ങൾ ജോലി ലഭിച്ച് നിങ്ങൾക്ക് സാലറി വാങ്ങുന്നത് വിഷ്വലൈസ് ചെയ്യുക. നന്നായിട്ട് മനസ്സറിഞ്ഞ് നന്ദി പറയാം. എത്ര ഫ്രീ ക്ലാസ്സുകളിലൂടെ പലതരം ടെക്നിക്കുകൾ നമ്മൾ പറയുന്നുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്ത് നിങ്ങളെ ജോലി നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ഈ ഓപ്പർച്യൂണിറ്റികൾ, ഇതൊക്കെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് ഈ നിമിഷം ഏറെക്ക് എൻ്റെ ലൈവിൽ വന്ന് നിങ്ങൾ എൻ്റെ ക്ലാസ് കേൾക്കാൻ, ഇത് നിങ്ങൾക്ക് ദൈവം തന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ്. അത് ഉപയോഗിക്കുക. അവിടെ കിട്ടുന്ന ആ പിടിവള്ളി നിങ്ങൾ പിടിച്ചു കയറുക, നിങ്ങളുടെ ലൈഫ് സക്സസ് ആവാൻ.
മക്കൾക്ക് അസുഖം വന്നാൽ പേടിയാണ്. മക്കൾക്ക് അസുഖം വന്നിട്ട് നിങ്ങൾ പേടിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ വലിയ മൈഗ്രെയിൻ വരും, തലവേദന വരും. നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിലല്ലേ നിങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. സിമ്പിളായിട്ട് പറയാം, മഞ്ജു നിന്റെ കുഞ്ഞുങ്ങൾക്ക് നോക്കണേ, മഞ്ജുവിൻ്റെ കുട്ടികളെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മഞ്ജുവിന് നോക്കണം എന്നുണ്ടെങ്കിൽ, ഹെൽത്തി ചിൽഡ്രൻസ് ആക്കണമെങ്കിൽ മഞ്ജുവിന് ഹെൽത്ത് വേണ്ടേ? മഞ്ജുവിന്റെ ഹെൽത്ത് അല്ലേ ഫോക്കസ് ചെയ്യേണ്ടത്, കുട്ടികളെ ഹെൽത്ത് അല്ലല്ലോ ഫോക്കസ് ചെയ്യേണ്ടത്. മഞ്ജുവിന് ഹെൽത്ത് ഉണ്ടെങ്കിലേ കുട്ടികൾക്ക് ഹെൽത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മഞ്ജു എന്താ ചെയ്യേണ്ടത്? മഞ്ജുവിന്റെ ആരോഗ്യാവസ്ഥയെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ജു പീസ്ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ടാണ് നിൽക്കേണ്ടത്. എൻ്റെ കുഞ്ഞിന് പനി വന്നു, സ്വാഭാവികം, നാച്ചുറൽ ആണ്. കുട്ടികൾക്ക് പനി വരും, ഛർദി വരും, വയറ്റുനോക്ക് വരും, അസുഖങ്ങൾ പലതും വരും. ഇറ്റ്സ് ഓക്കെ. എൻ്റെ കുട്ടിക്ക് ഇത്രയല്ലേ വന്നിട്ടുള്ളൂ, താങ്ക് ഗോഡ്. എൻ്റെ കുട്ടി ഇപ്പോഴും ആയുസ്സോടുകൂടി എൻ്റെ കൂടെ ഉണ്ടല്ലോ. എൻ്റെ കുട്ടി ഇപ്പോഴും ആയുസ്സോടുകൂടി ജീവൻ എന്നോടുകൂടി എൻ്റെ കൂടെ എന്നെ കാണാൻ പാകത്തിന്, എനിക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ കുട്ടി എൻ്റെ അരികത്തുണ്ടല്ലോ, താങ്ക് ഗോഡ്. ഇങ്ങനെയല്ലേ പറയേണ്ടത്? കുട്ടിക്ക് അസുഖം വരുമ്പോഴത്തേന് നിങ്ങൾ പേടിച്ച് വിറച്ച് കരിഞ്ഞ് പിഴിഞ്ഞ് നിങ്ങൾ അസുഖം വരുത്തി വെക്കുന്നതാണോ നല്ലത്? അപ്പൊ കുട്ടിക്കും കൂടെ ആങ്സൈറ്റി ആവുക ചെയ്യുന്നത്. നിങ്ങളെ പേടി കണ്ടിട്ട് കുട്ടിക്കും കൂടെ ആങ്സൈറ്റി ആവുക ചെയ്യുന്നത്. ഇതാണോ വിളിച്ചു വരുത്തേണ്ടത്? അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ മോനെ, നീ റെസ്റ്റ് എടുക്ക്, ഇറ്റ്സ് ഓക്കെ, ഇപ്പം മാറും എന്ന് പറഞ്ഞ് ടാബ്ലറ്റ് കൊടുത്ത് മെഡിസിൻ കൊടുത്ത് ആ കുട്ടീനെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമ്മയാവുമല്ലേ വേണ്ടത്? അങ്ങനെയല്ലേ? മദർ എന്ന് പറയുന്നത് എന്താണ്? ട്രീറ്റ് ചെയ്യാനും സ്നേഹം നൽകാനും പിന്നെ സന്തോഷം നൽകാനും കുട്ടിക്ക് ഗ്രേറ്റ്ഫുൾ ആവാനും കഴിയുന്ന റോൾ മോഡൽ ആവുമല്ലേ വേണ്ടത്? ആ കുട്ടീനെ കറേജും ഹാപ്പിനെസ്സും പീസ്ഫുള്ളും ഒക്കെ പഠിപ്പിക്കേണ്ടത് ആരാണ്? മദറാണ്. അതിന് പകരം നിങ്ങൾ തിരിച്ചാണോ ചിന്തിക്കുന്നത്? തിരിച്ചാണോ നിങ്ങൾ നോക്കുന്നത്? പണം കിട്ടുമോ എന്നുള്ള പേടി. നിങ്ങൾക്ക് പണം കിട്ടുമോ എന്ന് പേടിക്കാൻ കാരണം എന്താണ്? എവിടെയോ നിങ്ങൾ ആ പണത്തിന് ബ്ലോക്ക് ചെയ്യാണ്. നിങ്ങൾ പണത്തിനെ ബ്ലോക്ക് ചെയ്യുന്നതിന്റെ ആവശ്യം എന്താണ്? നിങ്ങൾക്ക് പണം വേണോ? നിങ്ങൾക്ക് യഥേഷ്ടം പണം ലഭിക്കും. നിങ്ങളിപ്പോൾ എഴുതി വെച്ചതൊന്ന്, നിങ്ങൾ നന്നായിട്ടൊന്ന് എഴുതി വെച്ചതൊന്ന് വായിച്ചു നോക്കിക്കേ എല്ലാവരും. എഴുതിയോ? എല്ലാവരും എഴുതിയോ? പണം എന്നുള്ളതിന് ഇന്ന് രാവിലെ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞു തന്നാണ്. എനർജിയാണ്, അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല, അതിനെ സ്നേഹിക്കുകയാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് എപ്പോഴോ നിങ്ങൾക്ക് കിട്ടാതെ പോയതിൻ്റെ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വരുത്തി വെച്ചിട്ടുള്ള നഷ്ടങ്ങളെ ഓർത്തായിരിക്കും നിങ്ങൾ പേടിക്കുന്നത്. അത് നിങ്ങളൊരു ബാരിയറാണ്. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങളെ പേടിപ്പിക്കുന്ന, നിങ്ങളെ സക്സസ്സിനെ, നിങ്ങളെ ഗോളിനെ, നിങ്ങളെ സ്വപ്നങ്ങളിലേക്ക് അടുക്കുന്നതിന് വേണ്ടി നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന എന്താണ്? ആ ഒരു പേടിപ്പെടുത്തുന്ന കാര്യം എന്താണ്? നിങ്ങളെ സക്സസ്സിനെ, നിങ്ങളെ സ്വപ്നങ്ങളിലേക്ക് അടുക്കുമ്പോൾ നിങ്ങളൊരു ബാരിയറായിട്ട് നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് എന്താണ്? ഐഡൻറ്റിഫൈ ചെയ്തോ? എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്തോ? ഈ ഭയത്തെ, ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന, നിങ്ങൾക്ക് ഓർമ്മയിലുള്ള, ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് സ്ലോലി ക്ലോസ് യുവർ ഐസ്, സ്ലോലി ക്ലോസ് യുവർ ഐസ്. എന്താണ് നിങ്ങളെ ഈ ഒരു നിമിഷം ഈ ഒരു ഫിയറിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പേടീനെ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുക, നന്നായിട്ട് ആ പേടീനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഒരു പേടീൻ്റെ തീവ്രത, അതിൻ്റെ പീക്കിലേക്ക് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. ഇങ്ങനെ നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന പിന്നോട്ടേക്ക് പോകുമ്പോൾ, നിങ്ങളെ കുഞ്ഞുനാളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളെ ലൈഫിൻ്റെ ഈ നിമിഷം മുതൽ ബാക്കോട്ട് പോകുമ്പോൾ നിങ്ങൾ സ്റ്റക്കാക്കി നിർത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തുന്ന, നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. മൊത്തമായിട്ടൊന്ന് കൊണ്ടുവന്നേ, എല്ലാം ഒന്ന് കൊണ്ടുവന്നേ. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത് എന്നൊന്ന് കൊണ്ടുവന്നേ. അതിൻ്റെ പീക്ക്നെസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേ. വാക്കുകളാവാം, ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങളാവാം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതാവാം,
Take a deep breath in and out. Take a deep breath in. Breathe out. Breathe in. Breathe out. ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Breathe in, breathe out. Take a deep breath in, breathe out. Breathe in, breathe out. ജസ്റ്റ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം. നിങ്ങൾ നന്നായിട്ട് മനസ്സിൽ ഒരു ചിത്രം പോലെ ഒരു ഇമോഷനോട് കൂടി നിങ്ങൾ ആ ഫിയറിനെ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്ത് ഒരു ഇമോഷൻ കൊടുക്കുക. അത് ഓവർകം ചെയ്ത് അതിനെ മറികടന്ന് നിങ്ങൾ ഓവർകം ചെയ്ത് നിങ്ങൾ എങ്ങോട്ടാണോ നിങ്ങളെ ഗോള്, നിങ്ങളെ സ്വപ്നം എങ്ങോട്ടാണോ എന്നുള്ളത് കറക്റ്റായിട്ട് പോസിറ്റീവായിട്ട് കാണുക. ഇനി നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളെ ഗോൾ എന്താണ്, എങ്ങനെയാണ്, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെയാണ് എത്തേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ആ ഒരു ഇമോഷനോട് കൂടി നിങ്ങൾ ആ സക്സസ് ആവുന്ന, നിങ്ങൾക്കെല്ലാം നിറഞ്ഞ് സമ്പൽ സമൃദ്ധിയുമായിട്ട് സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞ് സമൃദ്ധി നിറഞ്ഞ് ഹാപ്പി ആയിട്ടുള്ള ആ ഒരു ലൈഫിനെ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്തേ. നിങ്ങൾ ആ സ്വപ്നം, നിങ്ങൾ ആ ഗോള്, ആ പേടി മറികടന്ന് നിങ്ങൾ ആ ഗോള് അച്ചീവ് ചെയ്താവുന്ന നന്നായിട്ട് വിഷ്വലൈസ് ചെയ്തേ. ആ ഇമേജോടുകൂടി ഇമോഷനോടുകൂടി നന്നായിട്ട് വിഷ്വലൈസ് ചെയ്തേ. നന്നായിട്ട് കണ്ടേ, നന്നായിട്ട് അതിന്റെ പീക്നെസ്സിൽ കണ്ടേ. നന്നായിട്ട് വിഷ്വലൈസ് ചെയ്തേ, നന്നായിട്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരാം, ഈ ഒരു പേടിയിൽ നിന്നും ഈ ഒരു ഫെയിലിയറിൽ നിന്നും നിങ്ങൾ എന്ത് പഠിച്ചു, എന്ത് ലേണിംഗ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്? ആ ഒരു ഫെയിലിയറിൽ നിന്നും എന്ത് ലേണിംഗ്, നിങ്ങൾ എന്ത് പഠിച്ചു, എന്ത് ലേണിംഗ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്? ഈ ഒരു ഫെയിലിയറിൽ നിന്നും എന്ത് ലേണിംഗ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്? എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു? ഇതുപോലെ നിങ്ങൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരാണ് ഉണ്ടാവുക? ഇനി ഇതുപോലെ നിങ്ങൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരാണ് ഉണ്ടാവുക? ഇതേ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരാണ് ഉണ്ടാവുക? ആരോടാണ് നിങ്ങൾ സപ്പോർട്ട് ചോദിക്കുക? നിങ്ങൾ ഒറ്റയ്ക്കാണോ? നിങ്ങളും നിങ്ങളുടെ ഡിവൈനും ഒറ്റയ്ക്കാണോ? എന്ത് ആക്ഷൻസ് ഞാൻ ഇന്നു മുതൽ ഈ ഒരു സ്വപ്നം വിഷ്വലൈസ് ചെയ്ത ഈ ആഗ്രഹത്തിലേക്ക് എത്താൻ എന്ത് സ്മോൾ ആക്ഷൻ എടുക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചേ. എന്ത് സ്മോൾ ആക്ഷനാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് ഉറപ്പിച്ചേ. എന്ത് സ്മോൾ ആക്ഷനാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് ഉറപ്പിച്ചേ. Take a deep breath in, breathe out. Take a deep breath in, breathe out. Take a deep breath in, breathe out. Welcome back. എല്ലാവർക്കും തിരിച്ചു വരാം.
എന്താ ഫീൽ ചെയ്തേ? സക്സസിലേക്ക് എത്തുന്നുണ്ടോ? എന്താ ഫീൽ ചെയ്തേ? നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് മനസ്സിൽ കണ്ടോ? ഇത് ശരിക്കും നിങ്ങൾ എഴുതണം. ഞാനിപ്പോൾ നിങ്ങളെ മനസ്സിൽ കൊണ്ടുപോയതാണ്, പക്ഷെ നിങ്ങൾ ശരിക്കും എഴുതണം. എന്താണ് എൻ്റെ ഫിയർ എന്ന് മനസ്സിലാക്കുക. ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്താണ് എൻ്റെ ഫിയർ. ജസ്റ്റ് ഇത് എന്നെ എവിടെയൊക്കെയാണ് തടസ്സപ്പെട്ട് നിൽക്കുന്നത്, ഈ ഭയത്തിനെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ശരിക്കും ഒന്ന് എഴുതുക. എഴുതുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ആ അവയർനെസ് ലഭിക്കും. എന്താണ്, എന്തൊക്കെ കാരണങ്ങളാണ്, ഇത് എന്നെ എന്തൊക്കെ തടസ്സപ്പെടുത്തുന്നുണ്ട്, ഇതിന് പിന്നിലെ കാരണങ്ങൾ എന്താണെന്ന് നന്നായിട്ടൊന്ന് എഴുതുക. എഴുതിയിട്ട് ശരിക്കും നന്നായിട്ട് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് എടുത്ത് ഒരു പീസ്ഫുൾ മൈൻഡ്ഫുൾനെസ്സിൽ ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ സക്സസ് ആവുന്നതും നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കുന്നതും ഇതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ ആക്ഷനാണ് എടുക്കുന്നതെന്നും സ്മോൾ ആക്ഷൻസ് എടുക്കുക. ഈ ഫിയർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സ്റ്റെക്കാക്കി നിർത്തുന്നതിൻ്റെ പുറമെ നിങ്ങൾ ഭയങ്കര പെർഫെക്ഷനിസവും അതുപോലെ തന്നെ ആക്ഷൻ എടുക്കാനൊക്കെ മടിച്ച് ഭയങ്കരമായിട്ട് നിങ്ങൾ എന്താണ് ഒരു മുരടിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. പിന്നെയും നിങ്ങൾ എന്ത് ചെയ്യും, അത് തടഞ്ഞു നിർത്തും. മൊത്തത്തിൽ നിങ്ങളെ ബ്രെയിനെയൊക്കെ ഹൈജാക്ക് ചെയ്തിട്ട് അവിടെ സ്റ്റെക്കാക്കി നിർക്കും. നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനുള്ള ലോജിക്കൽ മൈൻഡ് പോലും വർക്ക് ചെയ്യാതെ ആവും. കാരണം ലോജിക്കൽ മൈൻഡാണ് ചിലപ്പോൾ പലപ്പോഴും നമ്മൾ ആക്ഷൻ എടുപ്പിക്കുന്നത്, ആ നിമിഷത്തിൽ ആക്ഷൻ എടുക്കുന്നത്. ആ ലോജിക്കൽ മൈൻഡ് പോലും വർക്ക് ചെയ്യാതെ ഈ പേടി നിങ്ങളെ സ്റ്റെക്കാക്കി നിർത്തും. പെട്ടെന്ന് പാമ്പിനെ കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്യുക? പാമ്പ് കടിക്കും. പെട്ടെന്ന് ചില ആളുകൾ അവിടെ സ്റ്റെക്ക് കടിക്കാൻ വരുന്ന നായന് ചില ആളുകളവിടെ നിന്നു പോകും. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓടി രക്ഷപ്പെടും. അല്ലേ? ഒന്നുകിൽ അതിനോട് ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടും. ഈ രണ്ട് ആക്ഷനാണ് അവിടെ നടത്തുന്നത്. അല്ലേ? ഈ രണ്ട് ആക്ഷൻ അവിടെ നടക്കുന്നത്. പലപ്പോഴും ഇങ്ങനെയൊന്നും ഇല്ലാതെ നിങ്ങളെ ലോജിക്കൽ മൈൻഡ് ഡിസിഷൻ എടുക്കാൻ പോലും സാധിക്കാതെ അവിടെ നിങ്ങൾ സ്റ്റെക്കാക്കി നിർത്തും. നിങ്ങളെ അവസരങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കാരണം കൊണ്ട് പോയി പോകും. പലപ്പോഴും സക്സസ്സിനെ തടയുന്നത് പല ഓപ്പർച്യൂണിറ്റികളും നിങ്ങൾ എന്താക്കുന്നത്, മിസ് ആയി പോകുന്നുണ്ട് ഈ ഒരു ഫിയർ കാരണം. നന്നായിട്ട് പെർഫോം ചെയ്യാൻ സ്റ്റേജിൽ കയറിയിട്ട് നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. നന്നായിട്ട് സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്നതാണ്. സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രവർത്തന സജീവ പ്രവർത്തകനാണ്. എലക്ഷനിൽ നിൽക്കാൻ പേടിയാ? പ്രസംഗിക്കണ്ടേ? ഇലക്ഷനിൽ നിന്നാൽ ആളുകളോട് സംസാരിക്കണ്ടേ? ഗ്രാമസഭയിൽ സംസാരിക്കണ്ടേ? പഞ്ചായത്തിൽ മെമ്പർമാരുടെ കൂടെ നിന്ന് സംസാരിക്കണ്ടേ? ഈ ഒരു പേടി കാരണമാണ് അദ്ദേഹത്തെ എന്ത് നിർത്തുന്നത്, അവിടെ തടഞ്ഞു നിർത്തുന്നത്. സോഷ്യൽ ആങ്സൈറ്റി. സോഷ്യൽ ആങ്സൈറ്റി എന്ന് എന്തെന്ന് ചോദിച്ചത്, നമ്മളെന്താണ്, ആളുകൾ എന്തു പറയും, അല്ലെങ്കിൽ മറ്റുള്ളവരെന്തു പറയും, എൻ്റെ വീട്ടുകാരെന്തു പറയും, ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇത്തരം നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിട്ട് ഇതെല്ലാം എന്താണ് നമുക്ക് ലഭിക്കാതെ പോകുന്നത് ഈ ഒരു ഫിയർ കാരണമാണ്. ജസ്റ്റ് ആദ്യം സംസാരിക്കാൻ പേടിയായിരിക്കും. ആദ്യം നിങ്ങൾ ഇങ്ങനെ സമൂഹത്തിന് മുന്നിൽ ഒറ്റയടിക്ക് പോകുന്നതിന് പകരം വീട്ടിൻ്റെ റൂമിൽ ഇരുന്ന് കണ്ണാടിൻ്റെ മുമ്പിൽ ആദ്യത്തെ 2 ദിവസം സംസാരിക്കുക, 3-ാമത്തെ ദിവസം 10 മിനിറ്റ് ആക്കുക, 4-ാമത്തെ ദിവസം 15 മിനിറ്റ് ആവുക. 1 മണിക്കൂർ നിർത്താതെ നിങ്ങളെ കണ്ണിൽ നോക്കി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നാളെ ഒരു 5-10 ആളുകളുള്ള സമൂഹത്തിൻ്റെ ഇടയിൽ പോയി സംസാരിക്കുക. ഇതാണ് സ്മോൾ ആക്ഷൻ. എന്താ സ്മോൾ ആക്ഷൻ എന്ന് ചോദിക്കുന്നില്ലേ? ഇങ്ങനെയാണ് സ്മോൾ ആക്ഷൻ എടുക്കുന്നത്. പതിയെ ഗ്രാജുവലി ഒരു 1 മന്ത് കൊണ്ട് അദ്ദേഹം ഒരു 10-20 ആളുകളുള്ള ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. നമുക്ക് ഇപ്പം നമ്മൾ ഹെൽത്തിനെ പറ്റി ചോദിച്ചു. നമ്മൾ ഇപ്പോൾ ആരോഗ്യവാനാണ്. നിങ്ങൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് സന്തോഷവതിയും സമാധാനമുള്ള ആരോഗ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും കാണുന്നത്. ഇതിൻ്റെ മുന്നിൽ എൻ്റെ മുന്നിൽ നിങ്ങൾ ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് എന്തുണ്ട്? ഈ പ്രസന്റ് മൊമെന്റിലാണ് ജീവിക്കേണ്ടത്. കഴിഞ്ഞു പോയപ്പോൾ എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്ന് ആലോചിച്ച് ഈ നിമിഷത്തെ, ഈ സന്തോഷിക്കേണ്ട നിമിഷത്തിലെ കളയുന്ന പൊട്ടന്മാരല്ലേ ശരിക്കും നമ്മൾ? ഇങ്ങനെ തന്നെ ഞാൻ ചോദിക്കട്ടെ, കളയുന്ന, നഷ്ടപ്പെടുത്തുന്ന, വിവരമില്ലാത്ത അവസ്ഥയല്ലേ നമ്മൾ കാണിക്കുന്നത്? ഈ നിമിഷം നിങ്ങൾക്ക് ഹാപ്പി ആവാൻ പറ്റുമോ? ഈ നിമിഷം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യും? ഭാവിയിൽ എനിക്ക് ക്യാൻസർ വരുമോ എന്ന് ഓർത്തിട്ട് ഇപ്പോഴേ സങ്കടപ്പെട്ടു, തലവേദന വരുമ്പോഴത്തേ എനിക്ക് ക്യാൻസർ ആണോ, എനിക്ക് ക്യാൻസർ എങ്ങാനാണോ എന്ന് ഓർത്ത് എന്തിന്? ഇപ്പോൾ നിങ്ങൾ ഹെൽത്തി അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഹാപ്പി അല്ലേ? തലവേദന വന്നാൽ റെസ്റ്റ് എടുക്കണം, മെഡിസിൻ എടുക്കണം.
നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുന്ന നിങ്ങളെയാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. വേണ്ടാത്ത കാര്യങ്ങളെ മനസ്സിൽ കൊണ്ടുവടുന്ന നിങ്ങൾ അതുപോലെ ആയി തീരുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫാമിലി ആയിട്ട് അവർക്ക് ഷുഗറാണ്. ഒരു 60 വയസ്സാകുമ്പോഴത്തേനും വീട്ടിലുള്ള എല്ലാ ആണുങ്ങളും മരിച്ചു പോകും. 60 വയസ്സാകുമ്പോഴും വീട്ടിലുള്ള എല്ലാ ആണുങ്ങളും അറ്റാക്ക് വന്ന് മരിച്ചു പോകും. 40 വയസ്സാകുമ്പോൾ എല്ലാവർക്കും ഷുഗറാണ്. 40 വയസ്സാകുമ്പോഴത്തേനും മെഡിസിൻ എടുക്കും. 60ാമത്തെ വയസ്സിൽ ആകുമ്പോഴത്തേനും എല്ലാവരും മരിച്ചു പോകും. എല്ലാവരും മരിച്ചുപോയി. മൂത്ത ആള് അടുത്തത് ഇയാൾ ഊഴാണ്. ഇയാൾ 35 വയസ്സായപ്പോഴേ ഇയാൾ തീരുമാനിച്ചു ഞാൻ ഹെൽത്തിയാണ്, ഞാൻ ഓക്കെ ആയിരിക്കുന്നത്. അയാൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി, ഫുഡ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി, അയാൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ശ്രമിച്ചു. ഇന്ന് വരെ അയാൾക്ക് ഇന്ന് 62 വയസ്സാണ്. എന്നെക്കാട്ടും യങ്ങാണെന്ന് തോന്നും കണ്ടാല്. ജിമ്മിന് പോവും, രാവിലെ എഴുന്നേറ്റ് ജിമ്മിന് പോവും, വർക്കിന് പോവും, ജോലി ചെയ്യും. 2 ബിസിനസ് ചെയ്യുന്നുണ്ട് ആള്, 2 ബിസിനസ് ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യാണ് ഇപ്പൊ അദ്ദേഹം. ഇതിനെക്കുറിച്ച് അദ്ദേഹം ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള പ്രിക്കോഷൻസ് എടുത്തതാണ്. എനിക്കിത് വരുമല്ലോ, എൻ്റെ അമ്മയ്ക്കുണ്ട്, എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ ബ്രദറിനുണ്ട്, എനിക്ക് വരും. ഇതല്ലേ മാനിഫെസ്റ്റേഷൻ? അതിനുവേണ്ടി നിങ്ങൾ തയ്യാറായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പിന്നെന്താ മെഡിസിൻ കഴിക്കാൻ 40 വയസ്സായ പിന്നെ ഇങ്ങനെയൊക്കെയാണ്, 19 വയസ്സായ പിന്നെ പറയണ്ടെന്നേ, ഇങ്ങനെയൊക്കെയാണെന്നേ ലൈഫ് എന്ന് പറഞ്ഞ് നിങ്ങൾ വില്ലിങ് ആയി നിൽക്കുകയാണ്, റെഡിയായി നിൽക്കുകയാണ് വെൽക്കം ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ രോഗങ്ങളെ. ഇത് മാനിഫെസ്റ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയാണ്. സബ് കോൺഷ്യസ് മൈൻഡ്, ഡിവൈന് അറിയില്ല നിങ്ങൾ ഇത് ആഗ്രഹിക്കുന്നതാണോ, നിങ്ങൾക്ക് ഇത് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് ആ പാവത്തിന് അറിയില്ല. നിങ്ങൾ കൂടുതൽ ഇതിനെപ്പറ്റി എന്നെ ചിന്തിക്കും. അദ്ദേഹം വിചാരിക്കും ഓ ഇത് നിങ്ങൾക്ക് വേണ്ടതാണെന്ന്. നിങ്ങൾക്ക് കൊണ്ടുതരും, നിങ്ങൾക്കത് അതുപോലെ കൊണ്ടുതരും. ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്, ഇതാണ് വേണ്ടത്. ഒരു പ്രാവശ്യം പ്രണയത്തിൽ പരാജയപ്പെട്ടു, പ്രണയ നൈരാശ്യം. വീണ്ടും എന്നെ അടുത്ത പെണ്ണും ചതിക്കുമോ, എൻ്റെ എല്ലാ ഭാര്യമാരും ഇങ്ങനെയായി പോകുമോ? ആദ്യത്തെ കല്യാണം കഴിച്ച സ്ത്രീ ഒഴിവാക്കിപ്പോയി, രണ്ടാമത്തെ സ്ത്രീ എന്തോ ഹെൽത്ത് ഇഷ്യൂ വന്ന് മരിച്ചുപോയി, മൂന്നാമത്തത് എൻ്റെ ലൈഫ് ഇങ്ങനെ തന്നെ ആവുമോ? പേടിയാണ്. എന്തിനാണ് ഈ നിമിഷത്തിൽ നിങ്ങൾ ഹാപ്പി ആവല്ലേ വേണ്ടത്? നമ്മൾ ഫീൽ ചെയ്യുന്നതിൽ എന്തിനാ, നമ്മൾ ഫീൽ ചെയ്യുന്നതും നമ്മൾ വിശ്വസിക്കുന്നതും അല്ലേ നമുക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്? നമ്മൾ മനസ്സിൽ ഫീലും ഇമോഷനും ഇമേജും കൊടുക്കുന്നത് ആ ഫീൽ ചെയ്യുന്നതല്ലേ, ആ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യണം. അതാണ് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. എല്ലാ ഇമോഷനും ഫീൽ ചെയ്യാനുള്ളതല്ല, എല്ലാ ഇമോഷനും ഫീൽ ചെയ്യാനുള്ളതല്ല. നമുക്ക് വേണ്ടത് മാത്രമാണ്. ഫിയർ ഒരു ഇമോഷനാണ്. അതിനെ കെട്ടിപ്പിടിച്ച് കൂടപ്പിറപ്പായിട്ട് നടക്കാനുള്ളതല്ല, അതിനെ എടുത്തു കളയാനുള്ളതാണ്. അത് എടുത്തു കളയാനുള്ളതാണ്. ഇന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന ആ ഫിയറിനെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എഗെയിൻ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനൊരു പേര് നൽകി എന്താണ് എന്നെ തടസ്സപ്പെടുത്തുന്നത് ക്ലിയർ ആയിട്ട് എഴുതുക. എഴുതിയിട്ട് നിങ്ങൾ അതിനെ കത്തിച്ച് കളയുക. കത്തിച്ച് കളഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുക. പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫ് നന്നായിട്ട് മുമ്പോട്ട് പോകുന്നത് വിഷ്വലൈസ് ചെയ്ത് നല്ല ഗ്രേറ്റ്ഫുള്ളായിട്ട് നന്നായിട്ട് താങ്ക് യു പറഞ്ഞിട്ട് മുമ്പോട്ട് പോവുക. ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ വരുമ്പോഴത്തേനും തളർന്നു പോവാന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? എന്തിനു പേടിക്കുന്നു? ഈ നിമിഷം നിങ്ങൾ സന്തോഷിക്കൂ. പനി വരും, മനുഷ്യന്മാർക്ക് പനി വരും, തലവേദന വരും, കാലുവേദന വരും, എല്ലാം വരും. അതിന് നിങ്ങൾ മെഡിസിൻ എടുത്തോ. ആ കാലുവേദന നിങ്ങനെ പനി വരുന്നേ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും പനി ഇങ്ങനെ പുതപ്പ് മൂടി പൊതച്ച് നമ്മൾ കിടക്കും. അപ്പം നിങ്ങളെ പനി കൂടുതലല്ലേ ചെയ്യുന്നത്? എനിക്ക് പനി. അതേസമയം പനി വരികയാണ്, കുറച്ച് ആവി പിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ അപ്പോൾ പോയിട്ട് ഒരു തണുത്ത വെള്ളത്തിലൊന്ന് നിങ്ങളുടെ തല കഴുകി കുളിച്ച് നോക്ക്. ഞാനൊക്കെ ആദ്യം പനി വരുമ്പോൾ പുഴയിൽ പോയി മുങ്ങുകയാണ് ചെയ്യാറ്. വീടിൻ്റെ അടുത്ത് പുഴയുള്ള അപ്പോൾ കുഞ്ഞിതായ സമയത്ത്. ഇപ്പോൾ പുഴയിലൊന്നും പോയി മുങ്ങില്ല, പക്ഷെ അന്നൊക്കെ ഞാൻ അങ്ങനെ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. സ്കൂളിൽ പോകുന്നതിന് മുന്നേ പനി വരുന്നേ എന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ പനീനെ വിളിച്ചു വരുത്തുന്നത്. എനിക്ക് ജലദോഷമൊക്കെ സൈഡിൽ കൂടെ വന്ന് ഇതൊക്കെ നമ്മളെ ശരീരത്തിൽ വലിയ രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ശരീരം കാണിക്കുന്ന ഒരു സിഗ്നലാണെന്നേ.
അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരീരം കാണിക്കുന്ന ഒരു ചെറിയ സിഗ്നലാണ് ഇത്. നമ്മളെ ശരീരത്തിലെ നെഗറ്റീവ് ടോക്സിൻസിനെ ഒക്കെ എമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജലദോഷം വരുന്നത്. ടെമ്പറേച്ചർ കൂടുന്നത് രോഗാണുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ശരീരം നൽകുന്ന ഒരു ടെമ്പറേച്ചറാണ്. അത് വന്നോട്ടെ, 2 ദിവസം റെസ്റ്റ് എടുത്തോളൂ. നിങ്ങൾക്ക് ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ സമയമായി എന്നാണ് അർത്ഥം. എനിക്ക് കാലുവേദന എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്ന കാലുവേദന തന്നെയാണ്. കാലിന് വേദന, ഓ ഭയങ്കര വേദന എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ വേദനൻ്റെ ശക്തി കൂടുകയാണ് ചെയ്യുന്നത്. അതിനെ മൈൻഡ് ചെയ്യാതെ ആവശ്യത്തിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിനെ പോസിറ്റീവായിട്ട് ഞാൻ ഹെൽത്തിയാണ് എന്നും അഫോർമേഷൻ കൊടുക്കുക. എന്നും നിങ്ങൾ പറയും ഐ ആം ഹെൽത്തി, ഞാൻ ആരോഗ്യവതിയാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ വിനീത പറയും ഞാൻ ആരോഗ്യവതിയാണ്. ഇറ്റ്സ് ഓക്കെ. ഞാൻ ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിലും, ഈ ഒരു നിമിഷം എനിക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിലും, ഞാൻ ഇപ്പോൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിലും, ഞാൻ ഇപ്പോൾ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിലും, പണമില്ലാത്ത പ്രശ്നമാണ്, ഞാൻ ഇപ്പോൾ ഈ ഒരു പണമില്ലാത്ത അവസ്ഥയിൽ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ, അത് സാരമില്ല. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കുക. നിങ്ങളിലേക്ക് വേണ്ടതെല്ലാം വന്നു ചേരും. നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം ഇമോഷൻസിൻ്റെ പിന്നാലെ നിങ്ങൾ ഓടുന്നത്. ഇത്തരം ഇമോഷൻസിൻ്റെ പിന്നാലെ നിങ്ങൾ ഓടുന്നതിൻ്റെ കാരണം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങൾ അംഗീകരിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടതിനെ നിങ്ങൾ സ്നേഹിക്കുകയും വേണ്ടതിനെ നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ ആ ഇമോഷൻസിൻ്റെ ബാക്കിൽ പോകുമോ? ഒരിക്കലും പോകില്ല. നിങ്ങൾ ഹാപ്പി ആയിരിക്കും അവിടെ, നിങ്ങൾ ഹെൽത്തി ആയിരിക്കും അവിടെ. വേണ്ടാത്ത ചിന്തകളുടെ ബാക്കിൽ പോകുമ്പോഴാണ് നമുക്ക് ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പം ഇത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മളെ ലൈഫിൽ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും പാടില്ല. ഇങ്ങനത്തെ ഇമോഷൻസുകളൊക്കെ നമ്മൾ എന്തെയ്യണം, വലിച്ചെറിയണം. ഗിൽറ്റിനെയൊക്കെ വലിച്ചെറിയണം. ഷെയിം, പെർഫെക്ഷൻ, പ്രോക്കാസ്റ്റിനേഷൻ, ഇതെല്ലാം വരും ഈ ഫിയർ ഉണ്ടാകുമ്പോൾ. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. ഈ എല്ലാ ടോപ്പിക്സിനെ കുറിച്ച് ഓരോ വീക്കിലും ഞാൻ നിങ്ങൾക്ക് വെബിനാറായിട്ട് ഇതുപോലെ 7 മുതൽ 8 വരെ ഈ എല്ലാ ടോപ്പിക്കിനെയും എങ്ങനെയാണ് നിങ്ങൾ ഓവർകം ചെയ്യേണ്ടത്. നമ്മൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ 15 തരം റെസിസ്റ്റൻസ് ഉണ്ട്. നിങ്ങളെ സക്സസ്സിനെ, നിങ്ങളെ ഗോളിലേക്ക് എത്തുന്നതിന്, നിങ്ങളെ വിജയത്തിലേക്ക് എത്തുന്നതിന്, നിങ്ങളെ സ്വപ്നങ്ങളെ തടഞ്ഞു നിർത്തുന്ന 15 റെസിസ്റ്റൻസ് ഉണ്ട് ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ. ഈ 15 എണ്ണവും നിങ്ങൾക്ക് എന്ത് ചെയ്യും, പറഞ്ഞു തരും. ഓരോ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾ വന്നിരുന്നാൽ മതി. 15 എണ്ണവും മാറ്റുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഒരു ബ്യൂട്ടിഫുൾ ആവും. ഇപ്പോൾ ഫിയർ മാറ്റുമ്പോൾ അടുത്തതുണ്ടാവും തോന്നും, അപ്പോൾ അടുത്തത് വരും. ഇതെല്ലാ ബാരിയേഴ്സും നിങ്ങൾ മറികടക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമേസിങ് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് അഷ്വർ ചെയ്യാണ്, 100 ഡേയ്സ് ചലഞ്ച് തീരുന്നതിന് മുമ്പ് ഈ 15 റെസിസ്റ്റൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് തുടച്ച് നീക്കിയിട്ടുണ്ടാവും. പുതിയ ആളുകൾക്ക് എന്താണ് 100 ഡേയ്സ് ചലഞ്ച് എന്ന് അറിയുന്നുണ്ടാവില്ല അല്ലേ? 100 ദിവസം 3 ട്രെയിനേഴ്സിൻ്റെ കൂടെ 100 ദിവസം നിങ്ങൾക്കൊരു യാത്ര പോകാനുള്ള ഒരു അവസരമാണ്. അവിടെ കുറേ പ്രാക്ടീസസും ടൂൾസുമാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ട് ഫുള്ളും ഫ്രീ ആണ് കേട്ടോ. പേയ്മെൻറ്റ് ഉണ്ടെന്ന് ഓർത്ത് ആരും സ്റ്റക്കായി നിൽക്കൊന്നും വേണ്ട. ആ ഒരു പ്രാക്ടീസസിലൂടെ നിങ്ങളെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് കയറാൻ പറ്റാണ്ട് ആ നിന്ന സ്റ്റെപ്പിൽ തന്നെ നിൽക്കുന്നവർക്ക് അടുത്ത സ്റ്റെപ്പ് കയറാനുള്ള ഒരു ഏറ്റവും വലിയൊരു വഴിയാണ്. ഇതുവരെ നമ്മൾ ചെയ്തതിൽ നിന്നും ഒന്നും പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇതുവരെ ജീവിച്ച ജീവിത രീതിയിൽ നിന്നും പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ. ഇങ്ങനെ തന്നെയല്ലേ ജീവിക്കുന്നത്. സംതിങ് എന്തെങ്കിലും ഒന്ന് ന്യൂ ആഡ് ചെയ്യുമ്പോൾ നമ്മളെ ജീവിതത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ, പ്രാക്ടീസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 100 ഡേയ്സ് ചലഞ്ച് വെച്ചിട്ടുള്ളത്. അതിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു വലിയ റിസൾട്ട് തന്നെയാണ് ഉണ്ടാവുക. 100% ഉറപ്പാണ്. ആ ഒരു പ്രാക്ടീസിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. എങ്ങനെയാണെന്നുള്ളതൊക്കെ ഗ്രൂപ്പിൽ വരും. ഓരോ പ്രാക്ടീസും നിങ്ങൾ ഡെയിലി ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഒരു അവയർനെസ് ആണ്. ഭയങ്കര സന്തോഷം വേണം. ഒരുപാട് പേടികൾ എന്താണെന്നുള്ളത് നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ പുറകോട്ടടിച്ച ഫുള്ള് പേടികളായിരുന്നു. അതെ അതെ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഒരുപാട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതിലാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ കേൾക്കും നമ്മൾ പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അതിൽ പോകാതിരിക്കാനുള്ളൊരു അവിടെയാണ് നമുക്ക് പിറകോട്ട് വിഷയം വരുന്നത്. അതെ അതെ ഉം. ഉം. 2 ദിവസമൊക്കെ നല്ല ഉഷാറുണ്ടാവും. ഇൻഷാ അല്ലാഹ് ശരിയാവും. കാരണം നിങ്ങളെ കൂടെ കിട്ടിയത് വലിയൊരു കിട്ടലാണ്. അപ്പൊ അതിന്റെ ഒരുപാട് താങ്ക് യു മാഡം, താങ്ക് യു. താങ്ക് യു. പലപ്പോഴും നമ്മളെ തോന്നലുകളാണ് നമ്മളെ പലപ്പോഴും സ്റ്റക്കാക്കി നിർത്തുന്നത്. തോന്നലുകളെ മാറ്റുക, ആക്ഷൻ എടുക്കുക, ആക്ഷൻ ട്രൈ ചെയ്യുക, വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ട്രൈ എന്നുള്ളതല്ല, ആക്ഷൻ ചെയ്യുക. ട്രൈ എന്നുള്ളത് നമ്മൾ ട്രൈ ചെയ്യും എന്നുള്ളതാണ്. അവിടെ ആക്ഷൻ വരുന്നില്ല. ട്രൈന് പകരം എന്ത് ചെയ്യുക? ആക്ഷൻ ചെയ്യ് ഇപ്പം ചെയ്യ്, ഈ നിമിഷം ചെയ്യ്. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ഇനി ആർക്കാണ് ഡൗട്ട് ഉണ്ടോ? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഇപ്പൊ എനിക്ക് 4 കുട്ടികളുണ്ട്. അപ്പൊ ആദ്യത്തെ പ്രസവത്തിന് പോകുമ്പോ തന്നെ നമുക്ക് പേടി ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും. അന്ന് കുട്ടികളാണല്ലോ. പിന്നെ ഈ 4ാമത്തെ കുട്ടീനെ പ്രസവത്തിന് ലേബർ റൂമിൽ പോകുമ്പോ വരെ എനിക്ക് ആ പേടിയുണ്ട്. എന്തായാലും അതിന്റെ ഉള്ളിൽ പോണം, പ്രസവിക്കണം എന്നുള്ളത് നമുക്ക് അത്രയും കാലത്ത് ഉറപ്പാണ്. പിന്നെ ഈ ദുനിയാവിലുള്ള എല്ലാരും ഇങ്ങനെ വന്നത് തന്നെയാണല്ലോ എന്ന് ആലോചിക്കും. പക്ഷെ എന്നാലും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പേടിയുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് പോരണം, അങ്ങനെയൊക്കെ നമുക്ക് തോന്നൂലേ? അതെ അതെ ഈ പേടി മൂലം നമുക്ക് നഷ്ടല്ലാതെ ഒരു ലാഭം ഉണ്ടാവണില്ല എന്നോ, നമ്മളുള്ള ആരോഗ്യവും ശക്തിയൊക്കെ ക്ഷയിച്ചു പോവാന്നൊക്കെ അറിയാം. എന്നാലും പേടി വരുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടായിരിക്കും? ജനിച്ചാൽ മരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓർമ്മയുണ്ടോ? മരിക്കുന്ന ഉറപ്പല്ലേ? മരിക്കാതെ ഇരിക്കൂല എന്ന് ഉറപ്പല്ലേ? എന്തായാലും മരിക്കും. അല്ല, അതുപോലെ ഒരു സംഭവമുള്ള വയറ്റിലെ കുട്ടി എന്തായാലും പോരണല്ലോ, നമുക്ക് അവിടെ വേറെ രക്ഷയൊന്നുമില്ല. പക്ഷെ എനിക്ക് പലവട്ടം ആ ലേബർ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഓടി പുറത്തേക്ക് പോരണം എന്നുള്ളൊരു ചിന്തയാണ് വരുന്നത്. ഓക്കെ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാസ്റ്റ് എക്സ്പീരിയൻസ്. നിങ്ങൾ ഫസ്റ്റ് ഡെലിവറിക്ക് പോകുമ്പോൾ അത്ര വലിയ പേടി ഉണ്ടാവില്ല. ആരൊക്കെയോ പറഞ്ഞു തന്ന കഥകളെ ഓർമ്മ ഉണ്ടാവുള്ളൂ. പക്ഷെ ഫസ്റ്റ് ഡെലിവറിക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു, എങ്ങനെ. ചിലപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ പെയിൻ അനുഭവിച്ച സമയത്ത് സിസ്റ്റേഴ്സ് പറഞ്ഞ വാക്കുകളോ ഡോക്ടേഴ്സ് പറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ കഴിഞ്ഞ് 4th പോയപ്പോഴും ആ പേടി എനിക്ക് ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളെ ലേബർ റൂമിൽ പറയുമ്പോ അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് നമ്മള് കൽപ്പിച്ചൂട്ടി കാട്ടുന്നതല്ലല്ലോ, അത് സ്വാഭാവികമായിട്ട് വരുന്നതാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ഉണ്ടായ ആ എക്സ്പീരിയൻസിനെ അവിടെ ട്രോമ ആയിട്ട് കിടക്കുകയാണ്. അതവിടെ ഉണ്ട്. വീണ്ടും പ്രഗ്നന്റ് ആയിട്ട് ഡെലിവറി വരെ നിങ്ങൾക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഡെലിവറിന്റെ സമയത്ത് നിങ്ങൾക്ക് പോകുന്ന സമയത്ത് ഈ എക്സ്പീരിയൻസ്, ഈ ട്രോമകൾ, ഞാൻ പറഞ്ഞ ലോജിക്കൽ മൈൻഡ് അവിടെ സ്റ്റക്കായി നിർത്തി. ലോജിക്കൽ മൈൻഡ് അവിടെ പിന്നെ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉള്ളിലുള്ള ഈ ട്രോമകളാണ് അവിടെ ഇങ്ങനെ വിരിയുന്നത്. ഈ തോട്ട്സ് ആണ് നിങ്ങൾക്ക് ഉള്ളിലേക്ക് വരുന്നത്. അപ്പം നിങ്ങൾ എന്താണ് അവിടെ സ്റ്റക്കായി നിർത്തുകയാണ്. അപ്പം എന്താണ് ചെയ്യുക? എന്തുപോലും ഇതിനെ ഫേസ് ചെയ്യാൻ, ഈ ഒരു മൊമെന്റിനെ ഫേസ് ചെയ്യാൻ നിങ്ങളെ പിറകോട്ട് വലിക്കുകയാണ്. ഈ ഒരു പേടി തന്നെയാണ് എല്ലാവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും വരുന്നത്. വണ്ടി ഓടിക്കുന്നവന് ഒരു പ്രാവശ്യം ഹിറ്റ് ചെയ്തതിന്റെ പേടിയാണ് പിന്നീടും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്നത്. പിന്നെ എനിക്ക് നല്ല ഹാപ്പിനെസ്, മാമിന്റെ ആ ഒരു സൗണ്ട് അല്ലെങ്കിൽ ആ മോഡുലേഷൻ കേൾക്കാൻ ഭയങ്കര ഹാപ്പിനെസ്, മനസ്സിന് ഭയങ്കര ഫീലിംഗ് കിട്ടുന്നുണ്ട്. എന്തോ ഒരു നിമിത്തമായിട്ട് ഞാൻ കരുതുകയാണ്. ഞാൻ ഈ ഒരു ട്രാക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്റെ ഒരു ഇതെന്താ വെച്ചാൽ എനിക്ക് പബ്ലിക്കിനെ കുറച്ച് ചെയ്യണം എന്നുള്ള ഇതുണ്ട്. അപ്പൊ ഞാൻ ക്ലാസ്സുകളിലൊക്കെ പോയിട്ട് കുറെ സ്പീച്ച് കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് റീസെന്റ് 1-2 ഇൻസിഡന്റ് വരുമ്പോൾ ഒരു 100 പേരൊക്കെ വന്നാൽ എനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റും. പക്ഷെ ഒരു 100-ൽ കൂടുതൽ വരുമ്പോഴൊക്കെ എങ്ങനെ ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇന്നത്തെ ഈ നിമിഷം എനിക്ക് മാമത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. അതിലേക്ക് ആ ട്രാക്കിലേക്ക് വരുന്നുണ്ട്. എനിക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ ആണ് മാമിന്റെ ക്ലാസ്. വളരെയധികം സന്തോഷം. എനിക്ക് നല്ലൊരു ഫീൽ ചെയ്തിട്ട് ഞാൻ പറയുന്നത്, ഭയങ്കര ആ ഒരു പ്രപഞ്ചത്തിന് അതിന്റെ ആ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുകയാണ്. ഒരു നിമിത്തമായിട്ട് ഞാൻ കരുതുകയാണ്. പിന്നെ മാം, എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത്, നാളെ എങ്ങനെയാണ് മാം ഒരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞില്ലേ, ഇത് എല്ലാ ദിവസവും നമ്മളെ ഈ 100 ദിവസ ദിനത്തിൽ ഉണ്ടോ, എങ്ങനെയാണ് അന്ന് പറയണം. എന്തായാലും എല്ലാവരും ഈ ഒരു എല്ലാ ദിവസവും നിങ്ങളെ ക്ലബ്ബിൽ ഇന്ന് മുതൽ നിങ്ങൾ പുതിയത് ജോയിൻ ചെയ്ത ആളാണെങ്കിൽ നാളെ രാവിലെ 5:30-ക്കാണ്. 5:25 ആകുമ്പോഴത്തേനും അതിൽ ഗ്രൂപ്പിൽ മെസ്സേജ് വരും. 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും നിങ്ങളെ പ്രാക്ടീസസ്, ഇന്നത്തെ ദിവസം ചെയ്യാനുള്ള പ്രാക്ടീസ്, നിങ്ങൾ കൂടുതലും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഓരോ ദിവസവും നിൽക്കണമല്ലോ. ആ ഹാപ്പിനെസ്സിനെ പിടിച്ചു നിർത്താനുള്ള ഓരോ പ്രാക്ടീസ് ഇങ്ങനെ ചെറുതായിട്ട് തരും.
പ്രാക്ടീസസ് ഒക്കെ ചെയ്യാം. മാം ഓക്കെ ഹലോ മാം, ഹലോ ഞാൻ ഹലോ സൂര്യ. ഓക്കെ ഹലോ പറഞ്ഞു സൂര്യ. പറഞ്ഞോളൂ. ഞാൻ ക്ലാസ് നടന്നുകൊണ്ടിരുന്ന സമയത്തേ മോൻ ഓടി വന്നായിരുന്നു. അപ്പൊ അവനിത് കേട്ടു. അപ്പൊ മാമിന്റെ ക്ലാസ് അവന് കൂടണമെന്ന് ആഗ്രഹം പറയുന്നുണ്ട് മാം. അപ്പൊ അതിന് എന്നാ ചെയ്യണ്ടേ? അവന് പിന്നെ നമ്മൾ ലിങ്ക് കൊടുക്കൂ, ലിങ്കിൽ ജോയിൻ ചെയ്യട്ടെ. രാവിലെ മെഡിറ്റേഷനും ക്ലാസ്സുകളൊക്കെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറയൂ. നിങ്ങൾക്കൊക്കെ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് കിട്ടിയിട്ടില്ലേ? ആ ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങളെ മകനും കൊടുക്കൂ, അവനും ജോയിൻ ചെയ്തോട്ടെ. ആ ശരി മാം, താങ്ക് യു മാം. പറഞ്ഞോട്ടാ സാറേ പറഞ്ഞോട്ടാ. പറഞ്ഞോളൂ. നമ്മൾ ഈ ആൻസൈറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഭയങ്കരമായിട്ട് സ്റ്റക്കായി പോകുന്നു, അങ്ങനത്തെ ഒരു ഫീൽ വരുന്നു. പിന്നെ അപ്പോൾ ഞാൻ ജിമ്മ് ജോയിൻ ചെയ്തായിരുന്നു. പക്ഷെ ജിമ്മിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക എനിക്ക് ആ ഒരു ടെൻഷൻ മൂലം ഞാൻ പോവാണ്ടിരുന്നപ്പോ ഓക്കെ ജിമ്മിൽ പോയി 2 ദിവസം പോയായിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് പാൽപിറ്റേഷൻ അതേപോലത്തെ ഹാർട്ട് ബീറ്റ് കൂടുന്നൊരു ഫീൽ ചെയ്തു. പിന്നെ പൾസ് നോക്കിയപ്പോൾ ഇച്ചിരി കൂടുതലായിരുന്നു. പിന്നെ നമുക്ക് പേടി വന്ന് പിന്നെ പോകാണ്ടിരുന്നു. ഓക്കെ ഇതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളെ ലോജിക്കൽ ബ്രെയിൻ അവിടെ മരവിച്ചു പോകും എന്നുള്ളത് പേടി വരുമ്പോൾ. അപ്പം ആങ്സൈറ്റി ഡിപ്രഷനൊക്കെ മറികടക്കാൻ ഏറ്റവും നല്ലത് ജിമ്മ് എക്സസൈസ് ചെയ്യുന്നത്, നല്ല ബോഡിക്ക് നല്ല മൂവ്മെൻറ്റ് എനർജൈസ് ചെയ്യാൻ ഭയങ്കര പവർഫുള്ളാണ്. എന്നും രാവിലെ മെഡിറ്റേറ്റ് ചെയ്യുക, എന്തെങ്കിലും പ്രകൃതിയായിട്ട് പ്രകൃതിയായിട്ട് ചേരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒന്നുകിൽ ചെരുപ്പില്ലാതെ നടക്കുക, അല്ലെ ചെടികളെ നോക്കുക, ഇലകളെ നോക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾ പോസിറ്റീവ് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ആദ്യമൊന്നും നിങ്ങൾക്ക് പറ്റൂല. എന്നാലും കണ്ണടച്ച് അവിടെ ഇരുന്നിട്ട് കുറച്ച് ദിവസം ഒരു 2-3 മിനിറ്റ് മാത്രം മതി ഒരു ദിവസം. അങ്ങനെ കൂട്ടി കൊണ്ടുവരിക. ജിമ്മിൽ പോകുന്നതിൻ്റെ പേടി എന്ന് പറയുന്നത് ഓരോ പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് എടുക്കുമ്പോഴേ അല്ലെങ്കിൽ ഓരോന്ന് പ്ലേ ചെയ്യുമ്പോഴൊക്കെയുള്ള പേടിയായിരിക്കാം. പക്ഷേ ഇത് നിങ്ങളൊരു ഇമോഷനാണ്. ഇത് നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തുമോ, ഇത് എൻ്റെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്നുള്ളൊരു ബോധ്യം ഉള്ളിലേക്ക് വരുത്തുക. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആങ്സൈറ്റി ഡിപ്രഷൻ കൂടുതൽ നിങ്ങൾ റിലാക്സ് ആവും എന്നുള്ളൊരു ബോധ്യം ഉള്ളിൽ കൊടുക്കുക. എന്നിട്ട് ആദ്യം ട്രെഡ്മില്ലിലൊക്കെ പോയാൽ മതി. ആദ്യം തന്നെ എല്ലാ വർക്കൗട്ടും ചെയ്യണമെന്നൊന്നുമില്ല, പറ്റുന്ന പോലെ ചെയ്യുക. പെയിൻ ഉണ്ടാവും, ഒരാഴ്ച പെയിൻ ഉണ്ടാവും, 2 ആഴ്ച കണ്ടിന്യൂസ് പോയിട്ട് ആ പെയിനെ മാറ്റുക. കണ്ടിന്യൂസ് നമ്മൾ എടുക്കുന്ന ഒരു ആക്ഷൻ ഇന്ന് നിർത്തി വെക്കാതിരിക്കുക. കണ്ടിന്യൂസ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്ത് പോവുക. അതിലൊരു മാറ്റം ഉണ്ടാവും. ഈ യൂണിവേഴ്സ് നമുക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് അടുപ്പിച്ച് തരുന്നത് നമ്മളെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അത് നമ്മളിലേക്ക് തരുമ്പോൾ പലപ്പോഴും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യൂല, റിസീവ് ചെയ്യൂല. എന്നിട്ട് എനിക്കും അതില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടുന്നവരാണ് മനുഷ്യൻ എന്നുള്ള വിഭാഗം തന്നെ. അതുകൊണ്ട് പോസിറ്റീവായിട്ടിരിക്കുക, പറ്റുന്നത് പോലെ ചെയ്യുക. ഒന്നായിട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല, പറ്റുന്നത് പോലെ ഓരോന്നും ചെയ്ത് നോക്കുക. ഇത് എൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരാൻ, എൻ്റെ ലൈഫിനെ ഹാപ്പി ആയിട്ട് നിർത്താനുള്ള ഒരു സാധനമാണ് എന്നുള്ള ഒരു ബോധ്യം ഉള്ളിലേക്ക് കൊണ്ടുവരിക. ഉണ്ടാക്കിയെടുക്കുക. ഇല്ലെങ്കിലും ആ ഒരു ബോധ്യ തലത്തിന് ഉണ്ടാക്കിയെടുക്കുക. എൻ്റെ ലൈഫിൽ കാമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് എന്നുള്ള ഒരു ബോധ്യ തലത്തിന് ആദ്യം വർക്ക് ചെയ്യിപ്പിക്കുക. മനസ്സിലായോ? ഇന്ന് രാവിലെ മോർണിംഗ് ക്ലാസ്സിലൊക്കെ പങ്കെടുക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ ആഴ്ചയിലും വെബിനാറിൽ എല്ലാവരും വരിക. മനസ്സിലായില്ലേ? ആളെന്തൊന്നും റെസ്പോണ്ട് ചെയ്യാത്ത? മനസ്സിലായി മാഡം. ഓക്കെ നല്ല ക്ലാസ് ആയിരുന്നു, വളരെ സന്തോഷം. താങ്ക് യു. സൂപ്പർ ആണ് മാം. അതുമാതിരി നമ്മള് ഇമോഷനിലും നമ്മള് ഫെയറും റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റൂമില് ഇരുട്ടിലിരുന്നങ്ങാണ്ട് ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. കരഞ്ഞാല് ഇമോഷനൊക്കെ ഓർത്ത് കരഞ്ഞാല് നല്ല ഹാപ്പിനെസ് വരും. അതെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും നന്നായിട്ട് എൻ്റെ കൂടെ തന്നെ ഇരുന്നു ഈ ഒരു ടൈം വരെ. നല്ലോണം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എല്ലാ വെള്ളിയാഴ്ചകളിലുള്ള ക്ലാസ് ആണോ ഫ്രീ ക്ലാസ്, അതോ രാവിലത്തെ ക്ലാസ് ഫ്രീ ആണോ? രാവിലത്തെ ക്ലാസ്സും ഫ്രീ ആണ്, എല്ലാ വെള്ളിയാഴ്ചകളിലുള്ള ക്ലാസ്സും ഫ്രീ ആണ്. ആ കമ്മ്യൂണിറ്റിയിൽ നിന്നാൽ മതി, നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും അതിനകത്ത് കിട്ടിക്കോളും. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.